പ്രിയപ്പെട്ട ബാണേക്കാർ വാട്സാപ്പ് ഗ്രൂപ്പ് അംഗങ്ങളെ, ഇന്നത്തെ നമ്മുടെ അഭിമുഖ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥി ഡോക്ടർ അംന നക്കീബയാണ്. നമുക്ക് ഇന്റർവ്യൂയിലേക്ക് കടക്കാം. റഷീദക്ക, ഓക്കെ, നക്കീബ കിടക്കാം. അപ്പൊ അംന, നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം. അത്ര സാധാരണ അല്ലാത്തൊരു പേരാണ് ഈ അംന നക്കീബ. എന്താണ് ആ പേരിന്റെ അർത്ഥം? റഷീദ്ക്ക, ഈ പരിപാടി ക്വസ്റ്റ്യൻസും ആൻസേഴ്സ് എല്ലാം പറയുന്നതിന് മുമ്പേ ഇങ്ങനെ ഒരു തോട്ട് വന്നത്, പിന്നെ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്, നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഒരു വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതൊക്കെ നമ്മളെ വാണിയക്കാരുടെ ബുദ്ധിയിൽ മാത്രം ഉദിക്കുന്ന ചില കാര്യങ്ങളാണ്. അപ്പോ അതെന്തായാലും ഫസ്റ്റ് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പിന്നെ ഇങ്ങനെ ഒരു കോൺവെർസേഷനിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. അപ്പോ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് വെച്ചാല്, ഇപ്പം ഞാൻ വാപ്പാനോട് ചോദിച്ചു പിന്നെ എന്റെ പേര്, ഇതിന്റെ ബാക്ക് സ്റ്റോറി എന്താണ്. അപ്പോ വാപ്പ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല്, പണ്ട് കുളപ്പറമ്പ് ഒരു പള്ളിയുണ്ട്, നമ്മളെ തറവാട്ടിന്റെ തൊട്ടടുത്തായിട്ട് ഒരു പള്ളി. അപ്പൊ ആ പള്ളിയിൽ അവിടെ രാത്രി താമസിച്ചുകൊണ്ടിരുന്ന ഒരു അറബിക് പ്രൊഫസർ ഉണ്ട്. മൂപ്പര് രാവിലെയൊക്കെ പിന്നെ അറബിക് കോളേജിൽ പഠിപ്പിക്കാൻ പോവും. അപ്പോ രാത്രികളിൽ മൂപ്പര് അവിടെ ഉണ്ടാവും. അപ്പൊ വാപ്പക്ക് ഞാൻ ഉണ്ടായ സമയത്ത് വാപ്പക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേര് വേണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ മൂപ്പരടുത്തൊന്ന് ഇങ്ങനെ ഡിസ്കസ് ചെയ്തു. എനിക്ക് മോക്കിടാൻ ഒരു കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേര് വേണം. അപ്പൊ മൂപ്പര് സജസ്റ്റ് ചെയ്തതാണ് ഈ നക്കീബ എന്നുള്ള പേര്. നക്കീബന്റെ അർത്ഥം ലീഡർ, ഒരു തെരഞ്ഞെടുക്കപ്പെട്ടവൾ, അങ്ങനെയൊക്കെയുള്ള ഒരു മീനിങ് ആണ്. അപ്പൊ ഇങ്ങനെ അതിനോട് ചേരുന്ന ഒരു പേര് വാപ്പ അതിന്റെ കൂടെ ഇട്ടതാണ് അംന. അംന കുറച്ചുകൂടെ ഒക്കെ ഒരു ഫെമിലിയർ ആയ പേരാണ്. മൊത്തം ഒരു കോമ്പിനേഷൻ വന്നപ്പോ ഒരു സ്ട്രോങ് പേരാണെന്ന് വാപ്പാക്ക് തോന്നിയപ്പോ വാപ്പ ഇട്ടൊരു പേരാണ്. ഒരു സത്യസന്ധയായ ലീഡർ എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. കുറച്ച് അതിനോട് നീതി പുലർത്തി ജീവിക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. ഈ പഠിക്കുന്ന കാലത്തെ പിന്നെ വളർന്നു വലുതായാൽ എന്താവണം എന്നുള്ള തരത്തിൽ വല്ല ആഗ്രഹങ്ങളോ വല്ല സ്വപ്നങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നോ? ഈ ഡോക്ടർ എന്ന് പറയുന്ന ഒരു ആഗ്രഹമൊക്കെ ആ കാലത്ത് ഉണ്ടായതാണോ? അങ്ങനെ ഒരു ആഗ്രഹങ്ങളൊന്നും പഠിക്കുന്ന സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ ചെറുതാണല്ലോ ആ സമയത്ത്. അപ്പോ ഒരുപാട് ആലോചിച്ചെടുത്തൊരു തീരുമാനമൊന്നും ആണെന്ന് തോന്നുന്നില്ല. ഞാന് ആ സമയത്ത് നമുക്കൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു. ഇപ്പൊ ബയോളജിയും പിന്നെ കെമിസ്ട്രി ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ ആവാം, പിന്നെ മാത്സും കമ്പ്യൂട്ടറൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എഞ്ചിനീയർ ആവാം. അങ്ങനെയൊക്കെ ഒരു 2-3 പിന്നെ പ്രൊഫഷൻ മാത്രമേ അന്ന് നമുക്ക് അറിയുള്ളൂ. എന്നുവെച്ചാൽ പിന്നെ എൻ്റെ ഒരു ജനറേഷന് ആ സമയത്ത് അവയർനെസ് ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ട്സ് എന്നെപ്പോലെ പിന്നെ ബയോളജി ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർ എടുക്കുന്ന ഒരു ഇത് മെഡിസിൻ ആണെന്ന് തോന്നി. പിന്നെ എനിക്ക് എക്സാംസ് ഒക്കെ എഴുതാൻ അന്നൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ഒരു മെഡിസിൻ എന്നുള്ള ഒരു ഇതിലേക്ക് പോയി. അപ്പൊ ഫസ്റ്റ് ടൈം എഴുതിയപ്പോൾ പിന്നെ അത്ര വിചാരിച്ചൊരു റാങ്ക് ഒന്നും വന്നില്ല. അപ്പൊ ഞാൻ ഒരു വർഷം ഡ്രോപ്പ് ചെയ്തു. പിന്നെ ഒരു വർഷം കോച്ചിങ് എടുത്തു. എന്നിട്ട് അതിനുശേഷം എക്സാം എഴുതി പിന്നെ പാസ്സായി. അങ്ങനെ ഇതിലേക്ക് വന്നു. അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ഇപ്പോ അതിനെക്കുറിച്ച് കുറച്ച് ഡീപ്പായിട്ടൊക്കെ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം പിന്നീട് ഞാൻ ആലോചിച്ചപ്പോ എനിക്ക് പറ്റിയൊരു പ്രൊഫഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അതല്ലാത്തൊരു ഇതിൽ ഞാൻ എന്നെ ഇമാജിൻ ചെയ്യാൻ നോക്കുമ്പോൾ എനിക്ക് പറ്റുന്നില്ല. മേ ബി ചിലപ്പോൾ എനിക്ക് വായനയൊക്കെ ഇഷ്ടമൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു ലൈബ്രറി ടീച്ചറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, ഒരു ലൈബ്രറിയനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എനിക്ക് പറ്റുമായിരിക്കും. പക്ഷെ അതർവൈസ് പിന്നെ എനിക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഇതിൽ തന്നെ ഞാൻ എത്തിയെന്ന് തോന്നുന്നു, ഭാഗ്യവശാൽ. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മളൊക്കെ റോൾ മോഡൽ ആയിരുന്ന ആ കാലത്ത് ഒരു ന്യൂജൻ ആളായിരുന്നു അമ്മയുടെ ഫാദർ CK മൊയ്തു മാഷ്. അപ്പം അമ്മയുടെ ഈ ഒരു എന്താ പറയാ, ഈ ഒരു വളർച്ചയില് അമ്മയുടെ ലോകത്തോടുള്ള ഒരു എന്താ പറയാ സമീപനത്തില്, നമ്മുടെ ഒരു കാഴ്ചപ്പാടില് ഇതിലൊക്കെ ഉപ്പ ഏത് രീതിയിലാണ് സ്വാധീനിച്ചത്? അതേപോലെ തന്നെ ഉമ്മ, പിന്നെ വേറൊരു ഇപ്പം നമ്മളുടെ ഒരു ജനറേഷനിലൊക്കെ തന്നെ ഒരു ഗൈഡിങ് സ്റ്റാർ ആയിട്ട് നിന്നിരുന്ന ഒരാളായിരുന്നു ഗ്രാൻഡ് ഫാദർ CK മാഷ്, അതുപോലെ തന്നെ സാറട്ട. അപ്പം ഇവരൊക്കെ ഏത് തരത്തിലാണ് അമ്മയെ സ്വാധീനിച്ചത് എന്ന്? ഇപ്പോ വാപ്പാൻ ഇപ്പം നമുക്ക് എന്തായാലും നമ്മളെ വാപ്പയും ഉമ്മയൊക്കെ നമുക്ക് എല്ലാവർക്കും സ്പെഷ്യൽ ആയിരിക്കും. വാപ്പ, ഉമ്മ, ഉപ്പാപ്പ എല്ലാവരും നമുക്ക് സ്പെഷ്യൽ ആയിരിക്കും.
അപ്പൊ ഞാനിങ്ങനെ ഇപ്പം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ ഞാൻ വിചാരിക്കുന്ന ഒരു 1-2 കാര്യങ്ങൾ പറയാനാണെന്നുണ്ടെങ്കിൽ, ഇപ്പോ വാപ്പാന്റെ എനിക്ക് ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇതെന്ന് തോന്നുന്നത്, വാപ്പ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ഇപ്പം ഒരു 2 വർഷം മുമ്പേ ഉള്ള വാപ്പല്ല ഇപ്പത്തെ വാപ്പ. അപ്പം പിന്നെ ഞാന് പിന്നെ ചെറുപ്പം മുതലേ കാണുന്ന വാപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ സ്വന്തമായിട്ട് റിഫൈൻ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ് വാപ്പ. വാപ്പ എല്ലാ ദിവസവും രാവിലെ ഇരുന്നിട്ട് വായിക്കും, ജേർണൽ ചെയ്യും. അപ്പം പിന്നെ ഇങ്ങനെ തോട്ട്സ് ഒക്കെ വീണ്ടും വീണ്ടും ആലോചിക്കുക, റിഫ്ലക്ട് ചെയ്യുകയും പിന്നെ അതിൽ നിന്ന് പിന്നെ ആൾക്കാരുടെ അടുത്ത് നിന്ന് ഒരുപാട് പഠിക്കുകയും ഒക്കെ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുള്ള ആളാണ് വാപ്പ. അപ്പം പിന്നെ ആ ഒരു പിന്നെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെ 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 ആരെ കൊണ്ടും ബാഡ് മൗത്ത് ചെയ്യുക അങ്ങനത്തെ പരിപാടിയൊന്നും വാപ്പാക്കില്ല. എന്ന് വെച്ചാൽ മോശമായിട്ട് ചില സമയത്ത് നമ്മൾ പറയും തീരെ കുറച്ച് പോസിറ്റിവിറ്റി കൂടുതലാണ്. ഇവർക്ക് നെഗറ്റീവായിട്ട് അധികം ചിന്തിക്കുകയില്ല വാപ്പ. എല്ലാം ഒരു പിന്നെ എല്ലാരെ കുറിച്ചും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കുറച്ച് പീപ്പിൾസ് പേഴ്സൺ ആണ്. എല്ലാരെയും പിന്നെ കുറെ ആൾക്കാരെ കാണുക, അവരുടെ അടുത്ത് സംസാരിക്കുക, അവരുടെ അടുത്ത് എന്തൊക്കെയോ എന്താണ് ഓരോരുത്തരുടെ നിന്ന് എന്താണ് പിന്നെ നമുക്ക് കിട്ടാനുള്ളത് എന്നൊക്കെ ആലോചിക്കുകയും അവരുടെ ഇന്ററാക്ട് ചെയ്യുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ് വാപ്പ. അപ്പൊ അതാണ് എനിക്ക് വാപ്പാന്റെ അടുത്ത് വാപ്പാന്റെ ഇതില് എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഉമ്മ ആണെന്നുണ്ടെങ്കിൽ ഉമ്മാന്റെ അടുത്ത് നിന്നായിരിക്കും ചിലപ്പോൾ എനിക്ക് ആ ഒരു നർച്ചറിങ് എനർജി കിട്ടിയിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ നർച്ചർ ചെയ്യാനുള്ള ആ ഒരു എനർജി ഉണ്ടല്ലോ, അത് വാപ്പമാരെക്കാളും കൂടുതൽ നമ്മളെ ഉമ്മമാർക്ക് തന്നെയാണ് അതുള്ളതെന്ന് തോന്നുന്നു. അപ്പൊ ആ ഒരു സാധനം എനിക്ക് ഉമ്മാന്റെ അടുത്ത് നിന്നാണ് കിട്ടിയത്. പിന്നെ ഉമ്മാന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഉമ്മ വളരെ ഏർലി ഏജിൽ കല്യാണം കഴിച്ച ആളാണ്. അപ്പൊ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ടും പിന്നെ ഉമ്മാന്റെ ആ ഒരു സിറ്റുവേഷനിലും പൊസിഷനിലും നിന്നിട്ട് എന്തൊക്കെ ഉമ്മാക്ക് ചെയ്യാൻ പറ്റും എന്ന് ഒരുപാട് ചിന്തിക്കുന്ന ആളാണ്. ഇപ്പൊ ഞങ്ങളൊക്കെ ചെറുപ്പത്തിലൊക്കെ ഉമ്മ ഹോം മേക്കർ തന്നെയാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്ത് പിന്നെ ഉമ്മയും പിന്നെ എന്റെ വാപ്പാന്റെ അനിയന്മാരുടെ ഭാര്യമാരൊക്കെ കൂടിയിട്ട് പിന്നെ അവര് സ്വന്തമായിട്ട് ഒരു സംരംഭം തുടങ്ങിയും ഒരു ബുട്ടീക്ക് ഓപ്പൺ ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഇപ്പോഴും ഞാൻ ബാംഗ്ലൂരേക്കൊക്കെ വിളിച്ചു കഴിഞ്ഞാല് ഉമ്മക്ക് ഞാനിപ്പോ ഇത് സാറാസ് എന്നാണ് അതിന്റെ പേര്, സാറാസ് ഇട്ടിട്ട് ഞാൻ എങ്ങനെ ഇപ്പൊ ഇങ്ങോട്ട് വരാം എന്നൊക്കെയുള്ള ഒരു ഇതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് പിന്നെ കുറെ ചെയ്യണമെന്നും പിന്നെ ഒക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പിന്നെ അപ്പൊ ആ ഒരു രീതിയിലൊക്കെയാണ് ഉമ്മ എന്നെ ഇൻസ്പയർ ചെയ്യുന്നത്. അത് മാത്രമല്ല ഇപ്പം പിന്നെ പണ്ടത്തെ ഉമ്മമാര് കുറേ സാക്രിഫൈസ് ചെയ്യുന്നതിന്റെ ഇടയിൽ സ്വന്തമായി ജീവിക്കാൻ മറന്നു വന്ന ആൾക്കാരാണ്, സ്വന്തം ആരോഗ്യം നോക്കാതെ പിന്നെ മക്കളെ മാത്രം. അപ്പൊ ആ കാര്യത്തിലൊക്കെ ഉമ്മാന്റെ ആരോഗ്യത്തിനെ കുറിച്ചൊക്കെ, ഉമ്മാന്റെ ആരോഗ്യത്തെ കുറിച്ചും അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ഫാമിലിന്റെ ആരോഗ്യത്തെ കുറിച്ചൊക്കെ പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുന്നതാണ്. ഉമ്മയാണെങ്കിലും വാപ്പയാണെന്നുണ്ടെങ്കിലും എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലൈഫ് സ്റ്റൈല് ഒക്കെ പിന്നെ എനിക്ക് പണ്ട് മുതലേ ഇപ്പൊ ഉമ്മ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെ ഓയിലൊക്കെ കുറച്ച് ഉണ്ടാക്കുക, അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ. നമുക്ക് അങ്ങനത്തെ കുറച്ച് സാധനങ്ങള് പിന്നെ അത് ഞാനാണെങ്കിലും എന്റെ അനിയത്തിമാരൊക്കെ ആണെങ്കിലും എത്ര ലൈഫ് സ്റ്റൈൽ പിന്നെ നമ്മൾ മോശമായിക്കൊണ്ട് പോവാണെങ്കിലും നമുക്ക് തിരിച്ചു വരാനുള്ള ഒരു ഏർജ് എനിക്ക് തോന്നുന്നു ബേസിക് ആയിട്ടുള്ള ആ ഇതിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ ഇതാണ് എനിക്ക് ഉമ്മാന്റെയും വാപ്പാന്റെ ഒരു ഇത്. പിന്നെ ഉപ്പാപ്പ പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ സാമൂഹ്യ രംഗത്തും രാഷ്ട്രീയ രംഗത്തൊക്കെ ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരാളായിരുന്നു. ഉപ്പാപ്പനെ കുറിച്ചിട്ടുള്ള ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി വാസ് വെരി ഫിയർലെസ്. ഉപ്പർക്കാരെയും പേടി ഉണ്ടായിരുന്നില്ല. അപ്പം ദാറ്റ് വാസ് സംതിങ് വെരി അട്രാക്റ്റീവ് മൂപ്പരെ കുറിച്ചിട്ട്. അതായത് പിന്നെ ഫിയർലെസ് ആവുന്നതിനോടൊപ്പം ഭയങ്കര സത്യസന്ധനായിരുന്നു. പിന്നെ തന്നോടും പുറത്തുള്ള ആൾക്കാരുടെ അടുത്തും. അപ്പൊ മൂപ്പർക്ക് എന്താണോ തോന്നുന്നത് അത് എക്സ്പ്രസ് ചെയ്യാനും അതിനെക്കുറിച്ച് കാര്യങ്ങൾ ചെയ്യാനും പിന്നെ അത് ഒരുപാട് ആൾക്കാരിൽ ഞാൻ കാണാത്തൊരു സാധനമാണ്. പിന്നെ അവരുടെ മക്കളിൽ പോലും പിന്നെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു ഇത് ഞാൻ കണ്ടിട്ടില്ല, ആ ഒരു ഫിയർലെസ്നെസ്. പിന്നെ അത് ഉപ്പാപ്പാന്റെ ഒരു ഭയങ്കര ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നു. അപ്പൊ ഉപ്പാപ്പ ഉമ്മാമ്മ എല്ലാം ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം എന്റെ വാപ്പാന്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളും ഉമ്മാന്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളും രണ്ടിടത്തുനിന്നും ഇപ്പൊ നമുക്ക് ഒരു ഫാമിലിയും പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ. പക്ഷെങ്കിൽ നമുക്ക് രണ്ട് വീട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കുറച്ച് ക്വാളിറ്റീസ് ഉണ്ടാവും. ഇപ്പൊ വാപ്പാന്റെ വീട്ടിൽ നിന്ന് എനിക്കിപ്പോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ പിന്നെ ഈ പറഞ്ഞതുപോലെ എല്ലാവരും കുറച്ച് ഫിയർലെസ് ആണ്. എല്ലാവർക്കും എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഭയങ്കര ആഗ്രഹമുള്ള ആൾക്കാരാണ്. അപ്പം പിന്നെ ആർക്കും ആരടുത്തും എന്തും പറയാനോ ഒന്നും ഇതില്ല. അവിടെ ജെൻഡർ റോൾസ് ഒന്നും ഇല്ല, എല്ലാവരും ഒരുപോലെയാണ്. എന്റെ അമ്മായിമാരാണെങ്കിലും എന്റെ പിന്നെ വാപ്പാന്റെ അനിയന്മാരൊക്കെ അവര് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യും.
എല്ലാവരുടെ അഭിപ്രായങ്ങൾ, ഈവൻ ചെറിയ കുട്ടികളുടെ അഭിപ്രായങ്ങൾ പോലും എടുക്കുകയും അങ്ങനെ ഒരു ഫാമിലിയാണ് വാപ്പാന്റെ വീട്ടിൽ. അപ്പൊ ഉമ്മാന്റെ വീട്ടിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഭയങ്കര എംപതിയും സെൻസിറ്റീവും ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. നമ്മള് എന്താ പറയാ, നമുക്ക് ആ ഒരു സെൻസിറ്റീവ് പാർട്ട് ഓഫ് അസ് ഉണ്ടാവില്ലേ, ഭയങ്കര വൾണറബിൾ ആയിട്ടുള്ള, എല്ലാം എക്സ്പ്രസ് ചെയ്യുന്ന, സ്നേഹം ഭയങ്കര കൂടുതലായിട്ട് നമ്മളെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വെക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ഫാമിലിയാണ് ഉമ്മാന്റെ ഫാമിലി. അപ്പം ഇത് രണ്ടും, അത് മാത്രമല്ല ഉമ്മാന്റെ ഫാമിലിയിൽ ഉമ്മാന്റെ കാരണവന്മാരൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരു ഹെൽപ്പിന് ചോദിക്കുന്നതിന് മുമ്പേ അത് അറിഞ്ഞ് ചെയ്യും, അങ്ങനെ ഒരു ഫാമിലിയാണ്. അപ്പൊ അത് രണ്ടുമാണ് എനിക്ക് രണ്ട് പാർട്ടിൽ നിന്നും കിട്ടുന്ന ക്വാളിറ്റീസ്. എന്നുവെച്ചാൽ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ഇത്, നമ്മൾ അതിനോട് ഇതാക്കുന്നുണ്ടോ എന്നുള്ളതല്ല, ഇതാണ് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന രണ്ട് ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ദയാപുരത്തായിരുന്നു ശരിക്കും നമ്മളെ ഹയർ സെക്കൻഡറി. അപ്പം ഈ ദയാപുരം എന്ന് പറയുന്നത് ഒരു വലിയ മനുഷ്യന്റെ, CTA പോലുള്ള ഒരു വലിയ മനുഷ്യന്റെ, ഒരു വലിയ വിഷണറി ആയിട്ടുള്ള ഒരാളുടെ വലിയൊരു സ്വപ്നമായിരുന്നു അത്. അതുപോലൊരു സ്ഥാപനത്തില് എന്തനുഭവമായിരുന്നു അമ്മയ്ക്ക് ഉണ്ടായിരുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചേഞ്ച് അവിടെ ഫീൽ ചെയ്തിരുന്നോ? ദയാപുരത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചൊരു ട്രിക്കി ക്വസ്റ്റ്യനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദയാപുരം എന്റെ ഫസ്റ്റ് ബോർഡിംഗ് എക്സ്പീരിയൻസ് ആണ്. ഇതിന് മുമ്പേ ചെറിയൊരു ക്രാഷ് കോഴ്സ് ഒക്കെ ചെയ്തെന്നല്ലാണ്ട് അത് ഫസ്റ്റ് ബോർഡിംഗ് എക്സ്പീരിയൻസ്. ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണല്ലോ. അപ്പൊ അതിന്റെ ഒരു ആങ്സൈറ്റിയും ടെൻഷനായിരുന്നു എനിക്ക് ഏകദേശം അവിടുന്ന് പോരുന്നത് വരെ ഉള്ളത്. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വിളിച്ച് കരയുക, അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ അവിടെ നിന്നിരുന്ന ഒരു സമയത്ത് പിന്നെ എനിക്കത് ഭയങ്കര ഒരു വിഷമമുള്ള ടൈമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഞാൻ അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ ശരിക്കും അതിന്റെ ആ ഒരു സ്കൂളിനെ കുറിച്ചിട്ടും അതിന്റെ വിഷണറിയെ കുറിച്ച് ആലോചിച്ചപ്പം ശരിക്കും ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള CT അബ്ദുറഹീം പോലൊരു ഒരു വലിയ മനുഷ്യന്റെ ഒരു വലിയ വിഷണറിയാണ് ശരിക്കും അത്. എന്ന് വെച്ചാൽ ആ സ്കൂള് അതിന്റെ ഒരു അടിസ്ഥാനപരമായ ഇതെന്ന് പറയുന്നത് ഇക്വാലിറ്റിയാണ്. പിന്നെ ഒരു ഫോർച്ചുനേറ്റ് അല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവർക്കും നല്ല വിദ്യാഭ്യാസം, നല്ല പിന്നെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ അവർക്കും കൂടെ ഉള്ളതാണ് എന്നുള്ളൊരു വലിയ വിഷണറിയാണത്. അപ്പൊ ആ ഒരു ഐഡിയോളജി ശരിക്കും ഇൻസ്പയറിംഗ് ആണ്. ഈ അമ്ന പഠിച്ചത് അതിനുശേഷം അമ്ന മെഡിക്കൽ സ്റ്റഡീസ് ആയിരുന്നു. അത് ഇന്ത്യയിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. ഒറീസയിലുള്ള ഭുവനേശ്വർ എയിംസിലായിരുന്നു. അപ്പം നമ്മുടെ വാണിമേല് പോലുള്ള നമ്മളൊരു കുഞ്ഞു ഗ്രാമത്തിൽ നിന്ന് പോയിട്ട് ഇന്ത്യയുടെ ഏതാണ്ട് ഒരു ക്രോസ് സെക്ഷൻ തന്നെ പറയാവുന്ന തരത്തിലുള്ള ഒരു സ്പേസിന്റെ അകത്ത് ചെല്ലുമ്പം അമ്ന ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് ഫേസ് ചെയ്തിരുന്നോ? അത് വളരെ കൂളായിട്ട് സർവൈവ് ചെയ്തു? ഇപ്പം അതെ, നിങ്ങൾ പറഞ്ഞ പോലെ നമ്മളൊരു ചെറിയൊരു സ്പേസിൽ നിന്ന് വലിയ സ്പേസിലേക്ക് പോവാണ്. അപ്പൊ അത് തന്നെയാണ് അതിന്റെ ഒരു ബ്യൂട്ടിയും സത്യം പറഞ്ഞാൽ. എന്നുവെച്ചാൽ പിന്നെ അവിടെ ഭയങ്കര ഡൈവേഴ്സ് ആയിട്ടുള്ള കുറെ സ്റ്റേറ്റിൽ നിന്ന് വരുന്ന കുറെ മതത്തിൽപ്പെട്ട ആൾക്കാര് പിന്നെ മിങ്കിൾ ചെയ്ത് പഠിക്കുന്ന ഡിഫറെന്റ് കൾച്ചറിൽ നിന്ന് വരുന്ന ആൾക്കാർ. അപ്പൊ ആ ഒരു എക്സ്പോഷർ ന്യൂ ആയിരുന്നെങ്കിൽ കൂടി ഞാൻ കുറച്ച് മാനിഫെസ്റ്റ് ചെയ്തൊരു സംഭവമാണത്. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേരളത്തിന്റെ പുറത്ത് പഠിക്കണം എന്നുള്ളത്. അപ്പോ അങ്ങനെ വന്നപ്പോ പിന്നെ ഞാൻ ഭയങ്കര ഒരു എക്സ്പ്ലോറിങ്, കുറച്ച് ക്യൂരിയസും, എനിക്ക് കുറെ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളൊരു മൈൻഡായിരുന്നു. അപ്പൊ അത് കഴിയുന്നവരെ, കോളേജ് കഴിയുന്നവരെ ആ ഒരു സ്പിരിറ്റ് തന്നെ ആയിരുന്നു മൊത്തം. അപ്പൊ അവിടുന്ന് എന്തായാലും കോളേജ് ലൈഫ് എന്ന് പറയുന്നത് ഒരു ബിറ്റർ സ്വീറ്റ് ആയിരിക്കും. മോശം അനുഭവങ്ങളും നല്ല അനുഭവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കുറേ എല്ലാവർക്കും കോളേജ് അനുഭവങ്ങൾ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. എങ്ങനെയാണ് പിന്നെ ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ റിലേഷൻഷിപ്സ് ഉണ്ടാക്കേണ്ടത്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കേണ്ടത്, അങ്ങനെ തുടങ്ങി നമ്മൾ ബാക്കിയുള്ള കൾച്ചറിലെ ആൾക്കാരൊക്കെ ആയിട്ട് ഡീൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് സെൻസിറ്റീവ് ആയിട്ടും എന്നാൽ പിന്നെ വളരെ ഒരു കംഫർട്ടബിൾ സ്പേസിൽ നമ്മൾ എങ്ങനെയാണ് അവരുടെ അടുത്ത് ഇന്ററാക്ട് ചെയ്യുക, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം ഞാൻ പഠിച്ചത് അവിടെ നിന്നാണ്. ഈ ഇതുപോലുള്ള പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഇപ്പൊ എയിംസ് അടക്കമുള്ള സെൻട്രൽ ഗവൺമെന്റ് നേരിട്ട് നടത്തുന്ന പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് പലതരം വിവേചനങ്ങളുടെ സ്റ്റോറീസ് വരാറുണ്ട്. ഇപ്പം മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, രാഷ്ട്രീയത്തിന്റെ പേരിലൊക്കെയുള്ള അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിവേചനം ആ സ്ഥാപനത്തിൽ നിന്ന് അമ്നക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ഒരു വിവേചനം ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. വിവേചനം എന്നൊന്നും പറയത്തക്ക ഉള്ള ഒരു ഇതൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ പറഞ്ഞതുപോലെ എന്തായാലും ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു കൾച്ചറിൽ പിന്നെ ഉള്ളൊരു കോളേജ് ആവുന്ന സമയത്ത് കുറെ കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. ഞാൻ ഇപ്പൊ അതിനൊരു ചെറിയൊരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ,
ഇപ്പം എൻ്റെ പിന്നെ റൂംമേറ്റ്, ഞാൻ ഫസ്റ്റ് ഇയർ വരുമ്പോൾ നമുക്ക് റൂംമേറ്റ് ഉണ്ടാവും. പിന്നെ സെക്കൻഡ് ഇയർ മുതൽ ഞങ്ങൾക്ക് സിംഗിൾ റൂമാണ്. അപ്പോൾ ഫസ്റ്റ് ഇയർ വന്ന സമയത്ത് എൻ്റെ റൂംമേറ്റ് ഒരു ഭുവനേശ്വരകാരിയാണ്. ബേസിക്കലി ഭുവനേശ്വരകാരിയാണെങ്കിൽ അവൾ റാഞ്ചിയിൽ ജീവിച്ചതാണ്. അപ്പൊ അവളുടെ കൾച്ചറും എൻ്റെ കൾച്ചറും ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ ഒരു പിന്നെ സ്പേസിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് മെയിൻലി ഞങ്ങൾക്കൊരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ആണ്. അതായത് അവളിങ്ങനെ അവൾ അവിടെ ഇരുന്ന് ആ സ്പേസിൽ എന്നെ പൂജ ചെയ്യുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാവോ, ഞാൻ 5 നേരം നിസ്കരിക്കുമ്പോൾ ഇവൾക്ക് ബുദ്ധിമുട്ടാവോ, പിന്നെ ഇപ്പൊ ഞാൻ ബീഫ് തിന്നാ പ്രശ്നമുണ്ടോ, ഞാൻ എന്തെങ്കിലും മാംസം അവള് സ്ട്രിക്ട് വെജിറ്റേറിയൻ ആണ്. അപ്പൊ അതൊക്കെ ഞാൻ പിന്നെ അവിടുന്ന് കഴിച്ചു കഴിഞ്ഞാൽ എന്റെ റൂമിൽ നിന്ന് കഴിക്കുമ്പോൾ അവൾക്കൊരു ബുദ്ധിമുട്ടാവും. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു കൾച്ചറൽ കോൺഫ്ലിക്ട്സ്, അതല്ലാണ്ട് ഒരു വലിയ ഇതിലൊന്നും ഉണ്ടായില്ല. അത് തന്നെ ഞങ്ങള് പിന്നെ ഫൈനൽ ഇയർ ഒക്കെ ആവുന്ന സമയത്ത് ഞാനും ആ കുട്ടിയും പറഞ്ഞ് ചിരിച്ചിട്ടുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ആ ഒരു ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ നമ്മൾ കൂടുതൽ സെക്യുലർ ആവുകയും കൂടുതൽ പിന്നെ ഒരു ആക്സെപ്റ്റൻസും ടോളറൻസ് ഒക്കെ വരികയാണ് ചെയ്തത് നമ്മൾ ആ കോളേജ് ലൈഫിൽ. ഈ അമ്ന അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ നേരെ കോവിഡിന്റെ ഒരു ഭയങ്കര എന്താ പറയാ ഒരു ഉച്ചസ്ഥായി എന്ന് പറയുന്ന ഒരു സമയത്താണ് മടങ്ങി വരുന്നത്. പിന്നീട് അമ്മയ പിന്നീട് ചെയ്യുന്ന സമയത്തെ പലതരത്തിലുള്ള പ്രത്യേകിച്ച് എമർജൻസി വിഭാഗത്തിലായിരുന്നു. അപ്പം പലതരം അനുഭവങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവും. അങ്ങനെ അതിലുള്ള ഭയങ്കര ഈ വിചിത്രമായ ചില അനുഭവങ്ങൾ പോലും ആ സമയത്ത് ഉണ്ടായിട്ടുണ്ടാവും. അതൊന്ന് ഷെയർ ചെയ്യാമോ? അതായത് കേക്കാവോ? യെസ്. ഒരു ചെറിയ ഓക്കെ. അതായത് പിന്നെ കോവിഡിന്റെ ഒരു പീക്ക് ടൈമിലാണ് ഞാൻ മിംസിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ അതും ഈ എമർജൻസി റൂമിലേക്കാണ് പോകുന്നത്. അപ്പൊ എമർജൻസി റൂം തന്നെ ഒരു ക്യാവസ് ആണ്. അത് പിന്നെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ലൈഫിന്റെ എല്ലാ പിന്നെ വിചിത്രമായ ഇതുകളും കാണുന്ന ഒരു സ്ഥലമാണ് എമർജൻസി മെഡിസിൻ. അപ്പൊ അവിടെ ആ കോവിഡിന്റെ സിറ്റുവേഷനും കൂടെ വന്നപ്പോഴത്തേക്കും ഒരു പിന്നെ അൾട്ടിമേറ്റ് കെയർസ് ആയിരുന്നു ഞാൻ പോയ സമയത്ത്. അതൊന്നും കൂടാതെ അതിലും വലിയൊരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു വർക്കിംഗ് സ്പേസിൽ വരുന്നത്. ആദ്യമായിട്ടാണ് ഒരു പേഷ്യന്റ് എന്റെ റെസ്പോൺസിബിലിറ്റി ആവുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ എനിക്ക് അവിടെ കുറച്ച് നല്ല മെന്റേഴ്സ് ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം എന്തായാലും ഇങ്ങനെ ഒരു സ്പേസിൽ നമുക്ക് കുറെ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാക്കും. അപ്പൊ ആ സമയത്ത് എന്റെ മെന്റേഴ്സ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട്. ദാറ്റ് ഈസ് വൺ വാല്യൂ ദാറ്റ് ഐ സ്റ്റിക്ക് ഓൺ. ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പിന്നെ പേഷ്യന്റിനോട് എംപത്തറ്റിക് ആവുക. പേഷ്യന്റിന്റെ ഔട്ട്കമിന് ഏറ്റവും ബെസ്റ്റ് എന്താണോ അത് നമ്മൾ ചെയ്യുക. അപ്പൊ എല്ലാം ഓക്കെ ആവും. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തായാലും പഠിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യും. ആ സമയത്ത് നമ്മൾ കൺസൾട്ടൻസിനെ അങ്ങനെ ആവുമ്പോൾ നമ്മൾ കൺസൾട്ടൻസിനെയൊക്കെ പ്ലീസ് ചെയ്യും. അപ്പൊ എന്ന് വെച്ചാൽ നമ്മൾ അവിടെയുള്ള ആൾക്കാരെ കൺസൾട്ടൻസിനെയൊക്കെ പ്ലീസ് ചെയ്യുന്നതിന് പിന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ പേഷ്യന്റിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ എവറിത്തിങ് വിൽ ഫോൾ ഇൻ ടു പ്ലേസ് എന്ന് എൻ്റെ അടുത്ത് ഒരു മെന്റർ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു ദിവസം. അപ്പൊ അത് എൻ്റെ ഏറ്റവും വലിയ ലേണിംഗ് ആയിരുന്നു. അപ്പൊ അതിനുശേഷം പിന്നെ ലൈക് വെൻ വി ബിക്കം മോർ എംപത്തറ്റിക് ഓൾസോ, അതും ഭയങ്കര ഒരു പ്രശ്നമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിനുശേഷം ER കുറച്ച് കാലം വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫസ്റ്റ് തന്നെ കോവിഡ് ഡ്യൂട്ടി വന്നു. അപ്പൊ കോവിഡ് ഡ്യൂട്ടി വന്ന സമയത്ത് നമ്മള് 12 മണിക്കൂറോളം പിന്നെ കോവിഡ് ICUല് ഇതൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്, PPE മാസ്കും എല്ലാ കാര്യങ്ങളും. അത് ഇറ്റ്സെൽഫ് സ്ട്രെസ്ഫുൾ ആയിരുന്നു. അതിന്റെ കൂടെ നമ്മള് പേഷ്യൻസ് മരിക്കുന്നത്, സെപ്പറേഷനും എല്ലാം കാണാന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. പക്ഷെ പിന്നെ അതെല്ലാവർക്കും ഡിഫിക്കൽട്ട് ആയിരുന്ന ഒരു പീരീഡ് ആണ് കോവിഡ്. പിന്നെ അപ്പൊ ഞാൻ അതിന്റെ ഒരു ഇതായിട്ട് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര ഒരു ലേണിംഗ് ആയിരുന്നു. ആസ് എ ഡോക്ടർ ഞാൻ ഫസ്റ്റ് തന്നെ അങ്ങനെ ഒരു ഇതില് സ്റ്റെപ്പ് ഇൻ ചെയ്തത് കൊണ്ട് എനിക്ക് ഒരുപാട് ലേണിങ്സ് ഉണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് ആയിരുന്നു പിന്നെ അമ്മയുടെ വിവാഹം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അമ്മയാവുന്നു. അപ്പം അമ്മയോട് സംസാരിക്കുമ്പോൾ അമ്മ പറഞ്ഞു അമ്മയുടെ ജീവിതത്തിൽ ഒരു വലിയൊരു വഴിത്തിരിവായിരുന്നു ഈ ഒരു മദർഹുഡ് എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പൊ ഈ ഒരു ഭയപ്പെടുന്ന അല്ലെങ്കിൽ ഒരു ആകാംക്ഷ നിറഞ്ഞ സന്തോഷമുള്ള ആ ഒരു വെയിറ്റിംഗ് ഉണ്ടല്ലോ, ആ അവസ്ഥ അമ്മ ഏത് തരത്തിലാണ് അനുഭവിച്ചത്? വെയിറ്റിംഗ് എന്ന് പറയുമ്പോ പ്രഗ്നൻസി ആയിരിക്കുമല്ലോ ഉദ്ദേശിച്ചത് അല്ലെ? അതെ.
അപ്പൊ പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത് കുറച്ച് പിന്നെ നമ്മൾ ആദ്യം തുടക്കത്തിൽ എല്ലാവർക്കും പ്രഗ്നന്റ് ആവുന്ന സമയത്ത് കുറച്ച് ആങ്ഷ്യസ് ഒക്കെ ആയിരിക്കും. നമ്മൾ ഈ സമയം ഈ ഒരു പ്രഗ്നൻസി എങ്ങനെ കടന്നു പോകും, ഡെലിവറി എങ്ങനെയായിരിക്കും, അത് കഴിഞ്ഞിട്ട് കുട്ടീനെ എനിക്ക് മര്യാദയ്ക്ക് നോക്കാൻ പറ്റുമോ, ഞാനൊരു നല്ല മദർ ആവുമോ എന്നൊക്കെയുള്ള കുറെ ആങ്സൈറ്റിയും ഇതൊക്കെയായിരുന്നു എനിക്ക്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്റർ ഒക്കെ ഏകദേശം അങ്ങനെ അങ്ങ് കടന്നുപോയി, കുറെ കൺഫ്യൂഷൻസ്, പക്ഷെ എന്നാലെന്തോ ഒരു ഭയങ്കര ഒരു സന്തോഷമൊക്കെ ഉണ്ട് അങ്ങനെ ഒരു സമയം. അത് കഴിഞ്ഞ് ഒരു സെക്കൻഡ് ട്രൈമസ്റ്റർ ഒക്കെ ആയപ്പം പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചു, നമ്മളിങ്ങനെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആങ്ഷ്യസ് ആയാൽ പോരല്ലോ, എന്തായാലും ഒരാള് വരുന്നുണ്ട്, അപ്പം ഐ ഹാവ് ടു ഡു സംതിങ് അബൌട്ട് ഇറ്റ്. പിന്നെ എനിക്ക് തോന്നി ഞാൻ എൻ്റെ ബോഡിയിലേക്ക് എന്നെ നോക്കാൻ, എൻ്റെ ബോഡീനെ ട്രസ്റ്റ് ചെയ്യുക. ഈ ഒരു ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത് അത് നമുക്ക് വേറെ ഒന്നിനോട് കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. ഒരാൾ നമ്മുടെ ഒരു എംബ്രിയോയിൽ നിന്നിട്ട് ഒരു കുട്ടിയായിട്ട് ഇങ്ങനെ വളരുന്ന ഒരു ഫേസ്. അപ്പൊ അത് നമുക്ക് വേറെ ഈ ലോകത്ത് വേറെ ഒന്നിനോടും കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അപ്പൊ ആ ഒരു അവസ്ഥ എൻജോയ് ചെയ്യണം എന്ന് എനിക്ക് തോന്നി. എൻജോയ് ചെയ്യണം എന്നല്ല, അറ്റ്ലീസ്റ്റ് അത് അറിയണം. അത് ഞാൻ ബോഡിയിലേക്ക് തിരിഞ്ഞു നോക്കി എൻ്റെ ബോഡിയെ ട്രസ്റ്റ് ചെയ്ത് ഞാൻ അത് എൻജോയ് ചെയ്യണം എന്ന് തോന്നി. ഇപ്പൊ പിന്നെ എനിക്ക് കുറച്ചൊക്കെ മൊമെന്റ് ബൈ മൊമെന്റ് ഒക്കെ എൻജോയ് ചെയ്യാനും ഇതൊക്കെ പറ്റി. ഭാഗ്യത്തിന് അത്ര ഇവന്റ്ഫുൾ ആയിരുന്നില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോമിറ്റിങ്ങോ അങ്ങനത്തെ കാര്യങ്ങൾ പ്രശ്നങ്ങളൊന്നും അധികം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇറ്റ് വാസ് ഓക്കെ. അങ്ങനെ ഈ പിന്നീട് അമ്മയാവുന്നു, ഈ മാതൃത്വം അല്ലെങ്കിൽ അമ്മ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ മദർഹുഡ് ഏത് രീതിയിലാണ് അമ്മയുടെ ഐഡന്റിറ്റി റീഡിഫൈൻ ചെയ്തത്? എന്റെ എന്റെ അടപടലം ഒരു നമുക്ക് റീഡിഫൈൻ ആയൊരു മൊമെന്റ് ആണ് ശരിക്കും. മൊമെന്റ് അല്ല, ഒരു സ്ലോ ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ്, ഒരു ഇവന്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മദർഹുഡ് എന്ന് എനിക്ക് തോന്നുന്നു. റീഡിഫൈൻഡ് ആയത് പലതുമാണ്. എന്ന് വെച്ചാൽ എന്റെ നമ്മളിപ്പോ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ പേർപ്പസ് ഒരു റീഡിഫൈൻ ആയി ശരിക്കും പറഞ്ഞ. നമ്മളിപ്പം സക്സസിനെ എല്ലാം ഡിഫൈൻ ചെയ്യുന്ന ഒരു ചില പാരാമീറ്റർ ഉണ്ടായിരുന്നു എനിക്ക് ലൈഫ്. എല്ലാവർക്കും ഒരു പിന്നെ പാരന്റ് ആവുന്നതിന് മുമ്പേ പിന്നെ സക്സസ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ അച്ചീവ്മെന്റ്സും അതും ഇതൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ ഏറ്റവും തിരക്കുള്ള പിന്നെ ഡോക്ടർ ആവാന്നൊക്കെ പറയുന്നത് അത് അന്ന് അച്ചീവ്മെന്റ് ആയിരുന്നു. പക്ഷെ ഇപ്പത്തെ എന്റെ സക്സസിന്റെ പാരാമീറ്റർ എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആവുക, പിന്നെ കുറച്ചും കൂടെ പിന്നെ നമുക്ക് ആ ഒരു സ്ലോനെസ്, പിന്നെ ആ ഒരു സ്ലോ ആയിട്ടുള്ള റിതം ഉണ്ടല്ലോ, പിന്നെ അത് കുറച്ചും കൂടെ എംബ്രേസ് ചെയ്യുക. നമ്മളെ ജീവിതത്തിലെ ഈ കുഞ്ഞു മൊമെന്റ്സ് നമുക്ക് തറവായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുക. ഇതൊക്കെയാണ് ഇപ്പത്തെ എന്റെ സക്സസിന്റെ ഡെഫിനിഷൻ. അപ്പൊ ആ ഒരു രീതിയിൽ എന്റെ പർപ്പസ് റീഡിഫൈൻ ആയി എന്ന് പറയാം. പിന്നെ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മദർഹുഡ് കൊണ്ട് റീഡിഫൈൻ ആയത് വേറെ എനിക്കൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പിന്നെ തോന്നുന്നത് വെച്ച് കഴിഞ്ഞാല് എന്റെ കുറച്ച് പ്രയോറിറ്റികളൊക്കെ മാറി. അതെ, പ്രയോറിറ്റികളൊക്കെ മാറി. പിന്നെ നമ്മളൊരു ഇന്നർ ചൈൽഡ് ഉണ്ടാവുമല്ലോ. എന്റെ ഉള്ളിലെ ഒരു ഇന്നർ ചൈൽഡ് എനിക്ക് പിന്നെ ചെറുപ്പത്തില് ഉണ്ടായിരുന്ന അതില് പെട്ടൊരു വലിയൊരു ഇതായിരുന്നു നമ്മളെ ജെൻഡറിന്റെ കൂടെ വരുന്ന ഒരു പിന്നെ ഒരു ഇൻസെക്യൂരിറ്റീസ് അല്ല, എന്തൊക്കെയോ ഫിയേഴ്സും കുറെ കാര്യങ്ങൾ. നമ്മൾ ചെറുപ്പം മുതലേ നമ്മുടെ ബോഡി ഒരു ബേർഡൻ ആണെന്നുള്ള രീതിയിൽ നമ്മൾ പലതും കേൾക്കാണല്ലോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് ഷോളൊന്ന് മാറിപ്പോയാൽ പ്രശ്നം, പിന്നെ മുടി ഒന്ന് ഒരു നേരം കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം. അങ്ങനെ പിന്നെ നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾക്ക് പിന്നെ സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, പിന്നെ നമ്മളെ ആളുകൾ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നതും. അപ്പൊ ആ ഒരു സാധനം അത് എനിക്ക് തോന്നുന്നു എന്റെ പിന്നെ അധിക പെണ്ണുങ്ങൾക്കും ആ ഒരു ഇന്നർ ചൈൽഡ് വൂണ്ട് ഉണ്ടാവും എന്ന് തോന്നുന്നു. അപ്പൊ ആ ഒരു വൂണ്ട് എനിക്ക് തോന്നുന്നു പിന്നെ അത് ഹീലായത് അത് മദർഹുഡ് വന്നപ്പോഴാണ്. എസ്പെഷ്യലി ബ്രസ്റ്റ് ഫീഡിങ് കാരണം മൊത്തത്തില് ഈവൻ പ്രഗ്നൻസി. അപ്പൊ നമ്മുടെ ബോഡി ഇതുപോലൊരു പിന്നെ ഒരു കുട്ടിയെ പിന്നെ അതിനുള്ളിൽ എന്റെ യൂട്രസിനുള്ളിൽ വളരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഡെലിവർ ചെയ്യുന്നു. ആ ബേബിക്ക് ഒരു 6 മാസം എന്റെ ബ്രസ്റ്റിൽ നിന്ന് മാത്രം വരുന്ന ഒരു പിന്നെ ദ്രാവകം അത് അതിന്റെ സർവൈവൽ ആവുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പൊ എന്റെ പിന്നെ ബോഡിയെ കുറിച്ചുള്ള എന്റെ ഒരു ബോഡി പോസിറ്റിവിറ്റി ഭയങ്കരമായിട്ട് കൂടി. പിന്നെ സെക്സ് പോസിറ്റിവിറ്റി എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. അപ്പൊ ആ ഒരു സാധനം, ആ ഒരു പിന്നെ ഹീലിംഗ് അതെനിക്ക് ഈ മദർഹുഡ് ഭയങ്കരമായിട്ട് തന്നതുപോലെ എനിക്ക് തോന്നുന്നു. ഈ ഒട്ടും എളുപ്പമല്ലാത്തൊരു കാര്യമാണ് ഈ പ്രസവത്തിന് ശേഷമുള്ള ഒരു കാലം. ഈ നോർമലി ഞാൻ ജനറൽ ആയിട്ട് ചോദിക്കുകയാണ്, നോർമലി സ്ത്രീകളെ മാനസികമായിട്ടും അതുപോലെ തന്നെ ഫിസിക്കലായിട്ടും ഈ ഒരു പ്രസവാനന്തര സമയം ഏത് തരത്തിലൊക്കെയാണ് ബാധിക്കുക?
നമുക്ക് പിന്നെ കുറെയൊക്കെ ആൾക്കാർക്ക് നമുക്ക് ഒബ്വിയസ് ആയിട്ട് കാണുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ അതായത് പിന്നെ പ്രഗ്നൻസിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഇതൊരു രോഗാവസ്ഥയൊന്നും അല്ല. ഇത് ഒട്ടും രോഗാവസ്ഥയല്ല. നമ്മുടെ ജീവിതത്തിന്റെ ഒരു പാർട്ട് തന്നെയാണ്. എന്നാലും പിന്നെ ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ്. അപ്പം പിന്നെ പ്രഗ്നൻസിയിൽ കടന്നു പോകുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് ഹോർമോണൽ ആയിരിക്കും. പിന്നെ ഫിസിക്കൽ ആയിട്ടുള്ള കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ചിലർക്ക് ഭയങ്കരമായ വോമിറ്റിങ്ങും പ്രശ്നങ്ങളും അങ്ങനത്തെ ഫിസിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ ചിലർക്ക് പിന്നെ മാസങ്ങളോളം റെസ്റ്റ് എടുത്തിട്ട് പ്രസവിക്കേണ്ടി വരും. പിന്നെ അതൊക്കെ അങ്ങനത്തെ പല പ്രശ്നങ്ങൾ, ബ്ലീഡിങ്, അങ്ങനത്തെ പല ഇത്. പിന്നെ അതിന്റെ കൂടെ ഇതൊക്കെ ആങ്സൈറ്റി ഉണ്ടാക്കും. പ്രസവം എങ്ങനെയായിരിക്കും എന്നുള്ള ആങ്സൈറ്റി അതൊക്കെ ഉണ്ട്. പ്രസവത്തിന്റെ സമയത്താണെങ്കിലും നമുക്ക് കുറെ ബർത്ത് ട്രോമാസ് ഉണ്ടാവും. അത് മാനസികമായിട്ടും ഫിസിക്കലായിട്ടും ഉണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കുറെ പെയിന് സഹിച്ചതിന് ശേഷം സി സെക്ഷൻ ആവുക, അതൊക്കെ ഒരു ഫെയിലിയർ ആയിട്ട് അവർക്ക് തോന്നുക. പിന്നെ സമയത്ത് നമുക്ക് നമ്മളെ ബേർത്തിന്റെ സമയത്ത് നമ്മൾ അത്ര റെസ്പെക്റ്റഡ് അല്ലേ എന്ന് ഫീൽ ചെയ്യാം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം പിന്നെ നമ്മളെ സിസ്റ്റർമാര് ഡോക്ടർമാരൊക്കെ ചീത്തയൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് പിന്നെ നമുക്ക് ആ ഒരു സ്പേസിൽ ഡിസ്റെസ്പെക്റ്റഡ് ആയ പോലെ ഫീൽ ചെയ്യാം. അപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ മെന്റലിയും ഫിസിക്കലിയും ഉണ്ട്. അതിനുശേഷമാണെങ്കിലും പ്രസവം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും ഫിസിക്കലായി നമുക്ക് എന്തായാലും ഒരു പിന്നെ ഒരു 6 monthsോളം പീരീഡ് ഒക്കെ ചില സമയത്ത് സി സെക്ഷൻ ഒക്കെ ഹീൽ ചെയ്യാൻ പ്രോപ്പർ ആയിട്ട് എടുക്കുന്ന ഒരു ടൈം. അപ്പം ആ സമയത്ത് ഫിസിക്കൽ പെയിൻ ഉണ്ടാവും. പിന്നെ അതിന്റെ കൂട്ടത്തില് മെന്റലി ആയിട്ടും ഭയങ്കരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവും. പിന്നെ അപ്പൊ അത് നമ്മുടെ ഹോർമോൺസ് പെട്ടെന്ന് ക്രാഷ് ആവാണ്. ഈസ്ട്രജൻ, പ്രോജസ്ട്രോൺ പോലത്തെ ഹോർമോൺസ് പ്രഗ്നൻസിയിൽ പീക്കിൽ ഇരുന്നുകൊണ്ടിരുന്ന ഹോർമോൺസ് പെട്ടെന്ന് ക്രാഷ് ആവാണ്. പെട്ടെന്ന് ക്രാഷ് ആവുന്ന സമയത്ത് അവരുടെ പിന്നെ ആ ഹോർമോൺ മൊത്തത്തിൽ താളം തെറ്റാണ്. അപ്പൊ അത് കൊണ്ടുണ്ടാവുന്ന ഒരു മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങളും. അതാണ് നമ്മൾ ഒബ്വിയസ് ആയിട്ട് കാണാത്ത ബുദ്ധിമുട്ട്. പിന്നെ ബാക്കിയുള്ള ഫിസിക്കൽ ബുദ്ധിമുട്ടുകൾക്ക് ആൾക്കാർ ഭയങ്കര അവെയർ ആണ്. പക്ഷെ ഈ ഒരു മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അത് നമ്മൾ പുറത്ത് അങ്ങനെ കാണാത്തതും ആൾക്കാർക്ക് അത്ര അവെയർ അല്ലാത്തതുമായിട്ടുള്ള സംഭവമാണ്. ഈ പോസ്റ്റ്മോർട്ടം ഇഷ്യൂ ശരിക്കും ഈ സമയത്ത് തന്നെ അമ്മമാര് ഫേസ് ചെയ്യുന്ന ഒരു വിഷയമാണല്ലോ. അപ്പം നമ്മളുടെ ഒരു സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ആളുകൾ അങ്ങനെ അവെയർ ഒന്നും അല്ലാത്തൊരു വിഷയമാണ്. പലപ്പോഴും ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഒക്കെ ആളുകൾ കാണാൻ ജിന്ന് കൂടിയതാണെന്നോ അല്ല വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടാണെന്നൊക്കെ കാണും. അമ്മയ്ക്ക് അതിനെ കുറിച്ച് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയാൻ പറ്റുമോ നമ്മുടെ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ? അത് പിന്നെ ഇപ്പൊ പോസ്റ്റ്പാർട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ പ്രസവാനന്തരമായിട്ടുള്ള ടൈം. ആ ഒരു ടൈമില് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ നമ്മളെ ഹോർമോൺസ് ക്രാഷ്. അപ്പൊ അതുകൊണ്ട് പിന്നെ മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് എന്തായാലും ആദ്യത്തെ ഒരു പിന്നെ ഫസ്റ്റ് 2 weeks 1 or 2 weeks ഒക്കെ ഉണ്ടാവുന്ന ഒരു വിഷമത്തിന് നമുക്ക് ചിലപ്പോൾ ഡിപ്രഷൻ എന്നുള്ള കൂട്ടത്തിൽ പെടുത്താൻ പറ്റില്ല. അത് അതിനെ നമുക്ക് പോസ്റ്റ്പാർട്ടം ബ്ലൂസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. അപ്പം ആ സമയത്ത് പിന്നെ ഇതുപോലെ വിഷമവും ആൾക്കാരുടെ ദേഷ്യവും പിന്നെ ചിലപ്പോൾ കുട്ടിയെടുത്ത് നമുക്ക് പിന്നെ തോന്നേണ്ട ഒരു അറ്റാച്ച്മെന്റ് തോന്നാതിരിക്കുകയും ഇതൊക്കെ ഉണ്ടാവാം. അപ്പോൾ അത് ആണ് പോസ്റ്റ്പാർട്ടം ബ്ലൂസ്. ഈ പോസ്റ്റ്പാർട്ടം ബ്ലൂസ് കുറച്ച് എക്സ്റ്റെൻഡഡ് പീരിയഡ് ആവുന്ന സമയത്ത് അപ്പൊ ഒരു യൂഷ്വലി പറയുന്ന ഒരു സമയം 4 weeks ആണ്, അതായത് 1 month. 1 monthൽ കൂടുതലൊക്കെ നമുക്ക് ഈ പിന്നെ ഒരു ഡിപ്രസീവ് ഫേസ് കാണുമ്പോൾ നമ്മൾ അത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ആണോ എന്ന് ചിന്തിക്കേണ്ട ഒരു ഇത് വരുന്നുണ്ട്, സാഹചര്യം വരുന്നുണ്ട്. അപ്പൊ ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു സിംറ്റം ആയിട്ട് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു സാഡ്നെസ്, പിന്നെ ഭയങ്കര വിഷമം, ഒരു വിഷാദം, അത് പിന്നെ കുറെ പിന്നെ നമുക്ക് എന്ത് ചെയ്താലും സന്തോഷം കിട്ടുന്നില്ല എന്നുള്ള തരത്തിലുള്ള ഒരു വിഷാദം. പിന്നെ കുട്ടിയോട് ഒട്ടും അറ്റാച്ച്മെന്റ് തോന്നാതിരിക്കുക, ചിലപ്പോൾ കുട്ടിയോട് ദേഷ്യം തോന്നുക, പിന്നെ ബാക്കിയുള്ളവരോട് ഭയങ്കരമായിട്ട് ദേഷ്യവും, പിന്നെ ആങ്സൈറ്റി, കുട്ടിക്ക് എന്തോ പറ്റുക എനിക്കെന്തോ പറ്റുമോ എന്നുള്ള ഭയങ്കരമായ ആങ്സൈറ്റി. ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ നമുക്ക് ആ ഒരു പോസ്റ്റ്പാർട്ടം മെന്റൽ ഇൽനെസസിന്റെ ഗണത്തിൽ, ഡിപ്രഷൻ അങ്ങനെ ഞാൻ പറയുന്നില്ല, പോസ്റ്റ്പാർട്ടം മെന്റൽ ഇൽനെസ് ആണോ എന്ന് സംശയിക്കേണ്ടതായിട്ട് വരും. ഈ ഒരാൾക്ക്, ഒരു സ്ത്രീക്ക് പ്രസവത്തിന് ശേഷം ഈ ഒരു PPD ആണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു മാർഗം എന്താ? എന്തെങ്കിലും ലക്ഷണങ്ങളോ അങ്ങനെ ഉണ്ടോ? അതെ, മാർഗം ഇത് തന്നെ. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സിംറ്റംസ്. ഈ സിംറ്റംസ് ആണ് കഴിഞ്ഞാല് പിന്നെ ഇപ്പോ ഞാന് ഈ സിംറ്റംസ് വെളിയിൽ നിന്നിട്ട് ആളുകൾക്ക് നോക്കുമ്പോ ഇപ്പൊ പേരൻസിനായിരിക്കാം അവർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളെ, മറ്റേത് കുറേ കൂടി പേഴ്സണൽ ആയിട്ടുള്ളതല്ലേ?
അതെ അതെ അതെ. അപ്പൊ അത് പിന്നെ നമുക്ക് വെളിയിൽ നിന്ന് നോക്കുന്ന സമയത്ത് പിന്നെ ഒരു ഇപ്പം ഇപ്പം എൻ്റെ ഉമ്മയും വാപ്പയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവുമല്ലോ എനിക്ക് സന്തോഷമുണ്ടോ ഈ ഒരു സമയത്ത്, ഞാന് പിന്നെ സന്തോഷവതിയാണോ, പിന്നെ എനിക്ക് ഒരു 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 പുള്ള് വേണ്ടി വരുന്നുണ്ടോ, പിന്നെ ഞാൻ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് എനിക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടോ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ ഈ പ്രസവിക്കാൻ പോകുന്ന ആൾക്കാർക്ക് പിന്നെ ഇതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ടാവണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു ചെറിയൊരു അവയർനെസ് ഉണ്ടെങ്കിലും നമുക്ക് ഒരു തോന്നൽ ഉണ്ടാവുമല്ലോ ഇതൊരു നമ്മളെ കൈവിട്ട് പോകുന്നുണ്ട്. അപ്പൊ അവർക്ക് അലേർട്ട് ചെയ്യാൻ പറ്റുമല്ലോ. പക്ഷെ എത്ര അലേർട്ട് ചെയ്തിട്ടും അത് ഡിറ്റക്ട് ആവാതെ ഈ കേരളത്തിൽ തന്നെ ഒരു ദിവ്യ ദിവ്യ ജോലി അങ്ങനെ എന്തോ ആയിരുന്നു ആ ലേഡിയുടെ പേരെന്നോ, ഋഷിക്ക് ഓർക്കുന്നുണ്ടോ അറിയില്ല. നമ്മള് പിന്നെ ഇപ്പൊ അടുത്ത് വരെ അതിനെ കുറിച്ച് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. കാരണം ഈ ലേഡി കുട്ടി ഉണ്ടായതിനു ശേഷം പിന്നെ കുട്ടിയെ കുട്ടിയെ കൊന്നു കളഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷന്റെ പിന്നെ ഇതിന്റെ മൂർത്തിയില് പുള്ളിക്കാരി ചെയ്തു പോയൊരു കാര്യമാണ്. അതിനുശേഷം പിന്നെ അതിനുശേഷം പുള്ളിക്കാരിയെ മാത്രം രക്ഷപ്പെടുത്തി. പുള്ളിക്കാരി ഒരു സൂയിസൈഡ് അറ്റംപ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. അപ്പൊ അതിനുശേഷം പിന്നെ ഷീ ഡൈഡ് ബിക്കോസ് ഓഫ് എ ഹാർട്ട് അറ്റാക്ക്. അപ്പൊ ആ ഒരു സമയത്ത് ഈ ഒരു ടോപ്പിക് വീണ്ടും ഭയങ്കര ഡിസ്കഷൻ ആയി. ആ ലേഡി ഒരു ഇന്റർവ്യൂല് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, പിന്നെ ഞാൻ എല്ലാവരും അലേർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞു, പിന്നെ എനിക്ക് ഈ കുട്ടീനോട് പ്രത്യേകിച്ച് താല്പര്യമൊന്നും തോന്നുന്നില്ല, എനിക്ക് ഭയങ്കരമായ പ്രശ്നങ്ങൾ തോന്നുന്നു, പിന്നെ നിങ്ങൾ കുട്ടീനെ എൻ്റെ അടുത്ത് നിന്ന് മാറ്റണം. ചൈൽഡ് ലൈനിൽ വരെ വിളിച്ച് പറഞ്ഞു എന്നാണ് പറയുന്നത് ഈ ലേഡി. പിന്നെ നിങ്ങൾ എൻ്റെ അടുത്ത്. അപ്പൊ പിന്നെ കുറെ ആൾക്കാർ പറഞ്ഞു കുട്ടി അമ്മയുടെ അടുത്ത് തന്നെയാണ് സേഫ്, അതുകൊണ്ട് അമ്മയുടെ അടുത്ത് തന്നെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അതൊക്കെ ഉണ്ടാക്കിയ ഒരു ഡേഞ്ചർ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ചിലർ ചെന്നെത്തും ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ കാരണം. ഈ ഇപ്പം ഒന്ന് പാർട്ട്ണർ, പിന്നെ അതുപോലെ തന്നെ വീട്ടുകാര്, അപ്പം ഇവര് ഏത് തരത്തിലുള്ള ഒരു സപ്പോർട്ടാണ് ഇതുപോലുള്ള ഒരു സാഹചര്യത്തിൽ ഈ സ്ത്രീക്ക് ഇവർ നൽകേണ്ടത്? അപ്പം അതും പലർക്കും അറിയില്ല. കാരണം പലപ്പോഴും ദേഷ്യത്തോടെയും പ്രതികാരത്തോടു കൂടി ഒക്കെ ആളുകൾ നിൽക്കും, എന്തുകൊണ്ട് കുട്ടിയെ നോക്കുന്നില്ല ഇതുപോലൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഏത് തരം സപ്പോർട്ടാണ് ഇതുപോലൊരു അവസ്ഥയിൽ ഈ പറയുന്ന സ്ത്രീക്ക് ഉണ്ടാവേണ്ടതെന്നത്? അതെ, ഇത് പിന്നെ ഇനീഷ്യലി വരുന്നത് ഈ അവയർനെസ് തന്നെയാണ്. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പിന്നെ ഒരു പ്രസവാനന്തരമായിട്ട് പിന്നെ വിമൻ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണെന്നുള്ള അവയർനെസ്സിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു അവയർനെസ് ഉണ്ടാവുന്ന സമയത്ത് പിന്നെ വളരെ എമ്പതി, പിന്നെ നമ്മളൊരു അൾട്രാ എമ്പതിയോടെ തന്നെ അവരെ കാണണം. അവര് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇതിന്റെ കാരണം ഇതൊക്കെ ആയിരിക്കും എന്നുള്ള തോന്നല് അവർക്ക് പിന്നെ പാരന്റ്സിനാണെന്നുണ്ടെങ്കിലും പാർട്ട്ണറിനാണെങ്കിലും അതൊക്കെ വേണം. പിന്നെ പാർട്ട്ണർ ഈ ഒരു ഫേസിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഒന്ന് പാർട്ട്ണറുടെ പ്രസൻസ് തന്നെ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാക്കും. പണ്ടത്തെ കാലത്തൊക്കെ പിന്നെ പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഉമ്മയും പിന്നെ അമ്മായിമാരൊക്കെ പറഞ്ഞിട്ട്, പണ്ടത്തെ കാലത്ത് പ്രസവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഒരു 1 മന്തോ എത്ര മന്താണെന്ന് എനിക്കറിയില്ല, പിന്നെ ആണുങ്ങളെ റൂമിലേക്ക് കയറ്റില്ല, ജസ്റ്റ് കുട്ടീനെ മാത്രം കണ്ടിട്ട് പോകാൻ പറ്റും. അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ പാർട്ട്ണർ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുന്നത് പിന്നെ പല പിന്നെ ആ ഒരു നമുക്കൊരു ഈക്വൽ റെസ്പോൺസ്. ഇപ്പൊ കുട്ടിയുടെ മൊത്തം റെസ്പോൺസിബിലിറ്റി എനിക്കാണെന്ന് തോന്നുമ്പോൾ തന്നെ ഭയങ്കര ഒരു സ്ട്രെസ് ആണല്ലോ. പാർട്ട്ണർ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ ആ സ്ട്രെസ് നമുക്ക് ഹാഫായി. അപ്പൊ ആ ഒരു സാധനം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കൂടെ നിൽക്കുക, അവരുടെ പ്രസൻസ് തന്നെ. ആ കാര്യത്തിൽ നമ്മളെല്ലാം ഇന്ത്യൻസ് ആയതുകൊണ്ട്, ഒരു കമ്മ്യൂണിറ്റി ലിവിങ് ഉള്ളത് കൊണ്ട് നമ്മൾ പിന്നെ ആക്ച്വലി ലക്കിയാണ്. കാരണം എല്ലാവരും നമ്മുടെ കൂടെ തന്നെ ഉണ്ടല്ലോ. അപ്പൊ അവിടെ തന്നെ പല പ്രശ്നങ്ങളും ഇതായി. അപ്പൊ കൂടെ ഉണ്ടാവുന്നിടത്ത് പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കാതെ അവർക്ക് എങ്ങനെ മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെൻ മദർ ഈസ് ഹെൽത്തി, ബേബി ഈസ് ഹെൽത്തി. മദർ ഹെൽത്തി അല്ലെങ്കിൽ ഒരിക്കലും ബേബി മൊത്തത്തിൽ ഹെൽത്തി ആവില്ല, ആ സെക്യൂർ അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല. അപ്പൊ അത് പിന്നെ നമ്മൾ മദറിന് ആ കെയർ കൊടുക്കുന്ന സമയത്ത് ദാറ്റ് വിൽ ആക്ച്വലി പിന്നെ വി കൻ സീ ദാറ്റ് ഇൻ ദ ബേബി. അപ്പൊ ആ സാധനം ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ ആളുകൾ അത് ആലോചിക്കുകയും ആ സപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പലതും പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഈ ഡെലിവറിയെ കുറിച്ച് തന്നെയാണ്. ഡെലിവറി ആയിട്ട് ബന്ധപ്പെട്ട്, പ്രസവമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലെ
പലതരത്തിലുള്ള ആചാരങ്ങളും സങ്കല്പങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഓരോ ആദ്യകാലം മുതൽ തന്നെ ഈ പറയുന്ന പോലെ പ്രഗ്നൻസിയുടെ ആദ്യ സമയം മുതൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള നാട്ടു നടപ്പുകളുണ്ട്. അപ്പം ഇതിനൊക്കെ പിന്നീട് എന്താ പറയാ, പിന്നീട് ഒരു മെഡിക്കൽ സയൻസിന്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഇതിൽ പലതും അൺഹെൽത്തി ആണെന്നൊക്കെ കാണാം. അന്നൊക്കെ അങ്ങനെ തോന്നുന്ന കാര്യങ്ങളുണ്ടോ? ആളുകൾ മാറ്റേണ്ട ചില അങ്ങനെ തോന്നുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിന് മുമ്പേ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ കുറച്ച് ലക്കിയാണ്, നമുക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി ലിവിങ് ഉള്ളത് കൊണ്ട്. അപ്പം പിന്നെ അത് പിന്നെ പിന്നെ നമ്മൾ ഈ ഇപ്പൊ പ്രസവിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഈറ്റുമ്മ എന്ന് പറഞ്ഞിട്ടൊരു മിഡ് വൈഫ് നമ്മുടെ കൂടെ ഉണ്ടാവും. പിന്നെ അതൊക്കെ പിന്നെ ശരിക്കും പിന്നെ ഒട്ടും നെഗോഷിയേറ്റ് ചെയ്യാത്ത ഈറ്റുമ്മ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ചൊക്കെ നമ്മള് പിന്നെ പിന്നെ നമ്മുടെ ഹെൽത്തും ഇതെല്ലാം നോക്കാൻ വേണ്ടി അങ്ങനെ ഒരാളൊക്കെ ഉള്ളത് ശരിക്കും ഭയങ്കര നല്ല കാര്യമാണ്. പക്ഷെ അത് കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ പറഞ്ഞതുപോലത്തെ കാര്യങ്ങൾ, നമ്മൾ ഒട്ടും എവിഡൻസ് ബേസ്ഡ് അല്ലാത്ത കാര്യങ്ങൾ ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ വലിയ അർത്ഥമില്ല. പണ്ടത്തെ അത്ര ഇതൊന്നും അല്ല, ഇപ്പോ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ പണ്ട് പിന്നെ ഉമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പണ്ടത്തെ ചില ട്രഡീഷൻസ് ഭയങ്കരം പിന്നെ സ്കേറിയാണ്. ഒന്ന് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രസവിച്ച ലേഡിക്ക് വെള്ളം കൊടുക്കില്ല അവര്. പിന്നെ ഈറ്റുമ്മയാണെങ്കിലും പാരന്റ്സ് ആണെങ്കിലും അവര്, അതായത് പിന്നെ വയറ് ചാടും എന്ന് പറഞ്ഞിട്ട് വെള്ളം കൊടുക്കില്ല. കൊടുക്കുകയാണെങ്കിൽ തന്നെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം എന്തോ കൊടുക്കും. അപ്പൊ എന്താ, ചൂടുവെള്ളം ആയതുകൊണ്ട് നമുക്ക് അധികം കുടിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട്. പിന്നെ അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും ഹൈഡ്രേഷൻ വേണ്ട ഒരു സമയമാണ്. ഹൈഡ്രേഷൻ ഇല്ലെങ്കിൽ മുലപ്പാല് പോലും മര്യാദയ്ക്ക് ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരു കാര്യം. പിന്നെ രണ്ടാമതൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വയറ് കെട്ടുക എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അപ്പൊ അത് കംപ്ലീറ്റ്ലി പിന്നെ മോശമായ ഒരു കാര്യമല്ല. അത് പിന്നെ ശരിക്കും നമ്മൾ എവിഡൻസ് ബേസ്ഡ് ആയിട്ട് തന്നെ പെൽവിക് സപ്പോർട്ടിനും പിന്നെ വയറിന്റെ മസിൽസിന്റെ ഒക്കെ അബ്ഡമിനൽ മസിൽസ് പറയാം, ആ മസിൽസിന്റെ ഒക്കെ സപ്പോർട്ടിനൊക്കെ ശരിക്കും ഭയങ്കര ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ബൈൻഡർ. പക്ഷെ ആ ബൈൻഡർ കംഫർട്ടബിൾ ബൈൻഡർ ആയിരിക്കണം. വലിച്ചു മുട്ടി കെട്ടി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളെ സപ്ലൈ കട്ടാവുക, പിന്നെ അതിപാരണം ഹീലിംഗ് ഒക്കെ കുറയുക, പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോ അങ്ങനത്തെ ഒരു ഇത്. പിന്നെ ഒരു ആചാരം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചൂടുവെള്ളം നമ്മള് പിന്നെ ചൂടുവെള്ളം കൊണ്ട് കുളിക്കുക. അത് തിളച്ച് മറിയുന്ന വെള്ളം എന്ന് പറയാം. മുമ്പെല്ലാം പറയാം തിളച്ച് മറിയുന്ന വെള്ളം നമ്മളെ മേലെ കൂടെ ഒഴിക്കണം എന്നാണ്. അത് ഒരു ഹോട്ട് ഷവറൊക്കെ ചിലപ്പം ഹീലിങ്ങിന് ഹെൽപ്പ് ചെയ്യുമായിരിക്കും, നമുക്ക് ആ ഒരു കംഫർട്ട് കിട്ടുമായിരിക്കും. പക്ഷെ അപ്പാർട്ട് ഫ്രം ദാറ്റ്, തിളച്ച വെള്ളം മറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓൾറെഡി വൾണറബിൾ ആയിട്ടുള്ള ഒരു സ്പേസിൽ ഇരിക്കുന്ന ഒരാളെ നമ്മൾ കൂടുതൽ ബുദ്ധിമുട്ടിക്കുകയല്ലേ. അതുകൊണ്ട് ബോധമൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതിലും വലിയ അപകടങ്ങളിലേക്കൊക്കെ ചെന്നെത്തൂലേ. അപ്പൊ ഇതൊക്കെയാണ് ചില ആചാരങ്ങൾ. പിന്നെ ആചാരങ്ങൾ മാത്രമല്ല, ചില തോട്ട്സും ചില പ്രശ്നങ്ങളാണ്. കുട്ടിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും പിന്നെ കുട്ടീനെ ജനിച്ച പാടെ നമ്മള് തേൻ കൊടുക്കുക, സംസം വെള്ളം കൊടുക്കുക. പിന്നെ കുട്ടി ജനിച്ചിട്ട് 6 മാസം വരെ നമ്മൾ മുലപ്പാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങള്. പിന്നെ കുട്ടിയുടെ ഈ മുലപ്പാല് തന്നെ നമ്മള് ഫസ്റ്റില് കൊളസ്ട്രം എന്ന് പറഞ്ഞിട്ടുള്ള വളരെ കുറച്ചൊരു, ആ സമയത്ത് കുട്ടിയുടെ വയറെന്ന് പറയുന്ന ഒരു ചെറിയ സൈസേ ഉള്ളൂ. അപ്പൊ നമുക്ക് 1 ലിറ്റർ പാലിന് ആവശ്യമില്ല. അപ്പൊ ഈ പാല് വരാത്തപ്പോഴത്തേക്കും ആൾക്കാർക്ക് ഭയങ്കര ആങ്സൈറ്റിയാണ്. അയ്യോ പാലില്ല എന്ന് പറഞ്ഞിട്ട് ബഹളം വെക്കുകയും പെട്ടെന്ന് തന്നെ ഫോമുലയിലേക്ക് മാറുകയും ഒരു 2 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും വെള്ളം കൊടുക്കാൻ തുടങ്ങുക, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. ഇതൊക്കെയാണ്. പിന്നെ ഇതൊക്കെ നമ്മൾ എന്ന് വെച്ചാൽ നമുക്ക് അവരുടെ വിസ്ഡം ആവശ്യമാണ്. പണ്ടത്തെ ആൾക്കാരുടെ അടുത്തുനിന്ന് കിട്ടുന്ന ഒരു വിസ്ഡം ഉണ്ട്. അതിപ്പം ഞാൻ പ്രസവിച്ച് കഴിഞ്ഞിട്ട് എന്റെ പിന്നെ ഉമ്മയും എന്റെ ഉമ്മയും ഉമ്മാമയും കൂടെ ഉണ്ടായിരുന്നു. ഉമ്മയും ഉമ്മാമയും പിന്നെ ഈറ്റുമ്മ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ലേഡി ആയിരുന്നു. അപ്പൊ ഇവരടുത്തൊക്കെ ഉള്ള ഒരു വിസ്ഡം ഉണ്ടല്ലോ, എന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമാണ്. അതിന്റെ കൂടെ അവരും കുറച്ച് നെഗോഷിയേറ്റ് ചെയ്യാൻ, അവരും കുറച്ച് നമ്മൾ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനോട് കുറച്ച് ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ബ്യൂട്ടിഫുൾ ഫേസ് ആയിട്ട് മാറും. ഈ പ്രസവം കഴിഞ്ഞാലേ നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഭക്ഷണം കൊടുക്കും. അതായത് ഭക്ഷണം എന്ന് പറയുന്നത് ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്, ഇത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഈ സ്ത്രീ ഭയങ്കര തടിയൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ അവർക്ക് തന്നെ അവരെ ഇഷ്ടമല്ലാത്ത തരത്തിലത്തെ ഒരാളായിട്ടൊക്കെ വരുന്ന കാണാറുണ്ട്. അപ്പം അതിനെ കുറിച്ചുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാമോ, ഈ പ്രസവം കഴിഞ്ഞിട്ടുള്ള ഭക്ഷണം? അത് പിന്നെ ഈവൻ പ്രഗ്നൻസിയിലെ ഭക്ഷണം പോലും, പ്രഗ്നൻസിയിൽ നമ്മൾ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു എക്സ്ട്രാ കാലറീന്റെ ആവശ്യമില്ല. ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3 മാസം.
ആദ്യത്തെ 3 മാസം നമുക്ക് ഒരു എക്സ്ട്രാ കാലറിന്റെ ആവശ്യമില്ല. നമുക്കൊരു സെക്കൻഡ് ട്രൈമസ്റ്റർ ആകുമ്പോഴത്തേക്കും ഒരു 300 മുതൽ 400 പിന്നെ കാലറി ഒക്കെ, അതിനുശേഷം 400 മുതൽ 500 കാലറി. അതൊന്നും ഒരുപാട് കാലറി ഒന്നുമില്ല. 2 പേർക്കുള്ള ഫുഡ് കഴിക്കണം, അതാണ് ഒരു മിത്ത്. 2 പേര് ഇപ്പൊ ഉള്ളത് കൂടെ ഒരാളും കൂടെയാണ്, അയാൾക്കുള്ള ഫുഡ് നമ്മൾ കഴിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു പ്രഗ്നൻസി തുടങ്ങുമ്പോൾ മുതൽ ആൾക്കാർ ഫുഡ് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് പിന്നെ അതിനേക്കാൾ ഈ ക്വാണ്ടിറ്റിനേക്കാളെല്ലാം ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വാളിറ്റിയാണ്. നമ്മൾ കൊടുക്കുന്ന ഫുഡിൽ നല്ല പ്രോട്ടീനേഷ്യസ് ആണോ, പിന്നെ വൈറ്റമിൻസ്, പിന്നെ മിനറൽസ്, എസ്പെഷ്യലി കാൽഷ്യം പോലെയുള്ള മിനറൽസ് ഒക്കെ ഇതൊക്കെ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ കൂടുതൽ ഉറപ്പുവരുത്തേണ്ടത്. ഈ രാദർ ദാൻ ക്വാണ്ടിറ്റി. ഈ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് പ്രശ്നം. എന്നുവെച്ചാൽ നമ്മൾ പിന്നെ ഇങ്ങനെ പിന്നെ ആവശ്യമില്ലാത്ത കാലറി ഇങ്ങനെ കൂട്ടി കൂട്ടി അങ്ങനെ പിന്നെ ലാസ്റ്റ് ഇവർ തടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോഡി ഷെയിം ചെയ്യാനും ഇതേ ആൾക്കാർ തന്നെ വരും. നീ ഭയങ്കരമായിട്ട് തടിച്ചിട്ടുണ്ട്, ഇങ്ങനെയെങ്കിലും തടി കുറക്കണം എന്ന് പറയാനും ഇത് ഈ കൂട്ടർ തന്നെ വരും. അതാണ് അതിന്റെ പ്രശ്നം. ശരിക്കും പറഞ്ഞാൽ അതും ഒരു സ്നേഹത്തിന്റെ പുറത്ത് വരുന്ന കാര്യങ്ങളാണ്. പക്ഷെ ആ ഒരു അവയർനെസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത്രയൊന്നും കാലറി നമ്മൾ അടിച്ചു കയറ്റേണ്ട ഒരാവശ്യമില്ല. ഇപ്പൊ പ്രസവിച്ച് കഴിഞ്ഞാലും ഇതേപോലെ തന്നെ, പ്രസവിച്ച് കഴിഞ്ഞാലും ഒരു 400 മുതൽ 500 കാലറി വരെയൊക്കെ. അതൊക്കെ എന്ന് വെച്ചാൽ എക്സ്ക്ലൂസീവ് ആയിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത്. നമ്മള് പ്രസവിച്ച പാടെ തന്നെ ഫുള്ളായിട്ട് ക്രാഷ് ഡയറ്റ് ചെയ്യുന്നൊന്നും ഒരിക്കലും നല്ല കാര്യമൊന്നുമല്ല. ഡയറ്റ് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് സ്ലോലി ഇങ്ങനെ വീൻ ചെയ്ത് നമ്മുടെ ഒരു സാധാരണ ഒരു ഇതിലേക്ക് വരിക. പിന്നെ ആൾക്കാരെ ബുദ്ധിമുട്ടിച്ച് തിന്നിക്കുക, ഫോഴ്സ് ഫീഡ് ചെയ്യുക, അത് ചെയ്യാണ്ടിരിക്കുക. അമ്മയാവുന്നത് കരിയറിനെ ബാധിക്കും, സൗന്ദര്യത്തെ ബാധിക്കും, നമ്മളെ മനസമാധാനത്തെ ബാധിക്കും എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് പ്രസവമേ വേണ്ടെന്ന് വെക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പം ഇതുപോലുള്ള ആളുകൾ ഏത് രീതിയിലാണ് അമ്മനെ ശരിക്കും അങ്ങനെ ബാധിക്കുമോ? അല്ല, ശരിക്കും ഇതൊരു പേഴ്സണൽ ഡിസിഷൻ ആണല്ലോ ആൾക്കാരുടേത്. അത് പേഴ്സണൽ തന്നെ ആവുകയും ചെയ്യണം. കാരണം പിന്നെ പാരന്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഫോർ എവ്രി വൺ. അത് പിന്നെ ഇപ്പം പ്രത്യേകിച്ച് ഒരു ഇന്ത്യന്റെ ഒരു സിറ്റുവേഷനിൽ ഇത്രയും പോപ്പുലേഷൻ ഒക്കെ ഉള്ള ഒരു കൺട്രിയിൽ നമുക്ക് ഇങ്ങനെ എല്ലാവരും പ്രസവിക്കണം എന്നുള്ള നിർബന്ധമൊന്നും നമുക്ക് ആക്ച്വലി ഇല്ല. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പിന്നെ ആൾക്കാർ അത്രയും ഒരു നർച്ചറിങ് മൈൻഡുള്ള ആൾക്കാർ തന്നെ പാരന്റിങ് ചൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ അതിന് ഈ മാനദണ്ഡങ്ങൾ പിന്നെ കാരണമാവുമ്പം അവരൊന്ന് റീതിങ്ക് ചെയ്യുന്നത് ചിലപ്പം നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം സത്യം തന്നെയാണ്. കരിയറിനെ ബാധിക്കും, നമ്മളെ ബോഡീനെ ബാധിക്കും. പക്ഷെ അത് നമ്മൾ എങ്ങനെ എംബ്രേസ് ചെയ്യുന്നു എന്നുള്ളടത്താണ് ആ പ്രശ്നം. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളിപ്പം സക്സസിനെ റീഡിഫൈൻ ചെയ്ത് നമുക്കൊരു ഫാമിലി എന്നുള്ള പ്രയോറിറ്റി ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ആ ഒരു കരിയർ ബ്രേക്ക് ഉണ്ടാക്കുന്ന അതൊരു പ്രശ്നമാവാതിരിക്കുക. പിന്നെ പിന്നെ ഞാനിപ്പോ എന്താ രണ്ടാമത് പറഞ്ഞ ഈ ബോഡി എന്തായാലും ചേഞ്ചിൽ കൂടെ പോവും. അപ്പൊ നമ്മള് എന്തായാലും നമ്മള് വയസ്സാകുമ്പോഴും നമുക്ക് കുറച്ച് ചേഞ്ചസ് ഒക്കെ സംഭവിക്കില്ല. അപ്പൊ ഇത് ശരിക്കും നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഈ ട്രാൻസ്ഫർമേഷൻ പിന്നെ അതൊരു പിന്നെ എന്താ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സാധനമാണെന്നുള്ള രീതിയിൽ നമ്മൾ എംബ്രേസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ആ പ്രശ്നങ്ങൾ അത്ര ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഈ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ അമ്ന ഈ ഒരു കുഞ്ഞുണ്ടായതിനു ശേഷം ഒരു കരിയർ ബ്രേക്കിലാണ് ഇപ്പം. അപ്പം ഇത് ചെയ്യുന്ന സമയത്ത് ഇത് ഏതെങ്കിലും തരത്തിൽ ആശങ്ക ഉണ്ടായിരുന്നു, ഇതുപോലെ എന്റെ കരിയറിനെ ബാധിക്കുമോ അതെ, അതെനിക്ക് ആക്ച്വലി അത് പ്രഗ്നൻസിയിൽ തന്നെ ആ ഒരു പിന്നെ കൺസേൺസും പിന്നെ ഇതൊക്കെ ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഡെലിവറി കഴിഞ്ഞിട്ട് എടുത്ത ഈ ബ്രേക്ക് ഞാൻ വളരെ മൈൻഡ്ഫുള്ളി വളരെ തോട്ട്ഫുള്ളി എടുത്തൊരു ഡിസിഷനാണ്. അപ്പൊ അത് പിന്നെ അത് ഒരു വൺ സൈസ് ഫിറ്റ് അല്ല. അത് എല്ലാവർക്കും അതിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ പിന്നെ പ്രസവിച്ച് കഴിഞ്ഞപ്പം എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഞാൻ ഒരു കുട്ടീനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാന്നുള്ള ഡിസിഷൻ എടുത്തത് ഞാനും എൻ്റെ ഭർത്താവുമാണ്. അത് വേറെ ആരുടെയും റെസ്പോൺസിബിലിറ്റി ഇല്ല, അത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ ആ കുട്ടിയെ നോക്കുക എന്നുള്ളതും എന്റെയും എൻ്റെ ഭർത്താവിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. നമുക്കത് പിന്നെ നമ്മളെ പാരന്റ്സ് നോക്കട്ടെ, വേറെ ആരെങ്കിലും നോക്കട്ടെ, അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ അതിനെക്കുറിച്ചൊരു ഡിസിഷൻ എടുക്കണം. അപ്പം എല്ലാവരും ഹെൽപ്പിനും സപ്പോർട്ടിനും ഒക്കെ നമുക്ക് വേണമെങ്കിലും പിന്നെ ദ ബെസ്റ്റ് കെയർ എനിക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്പൊ 6 months ഒക്കെ മെറ്റേണിറ്റി ലീവും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഒരു 6 months കൂടെ ഞാനൊന്ന് നോക്കട്ടെ, എന്തായാലും ഇത്ര ബ്രേക്കിലേക്ക് വേണം. എനിക്കൊരു ബേൺ ഔട്ട് ആയി, ഞാനൊരു കരിയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ബേൺ ഔട്ട് ആയി എനിക്ക് ഈ ഒരു ഇതിൽ കെയർ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ എനിക്ക് വരരുത്
എന്നുള്ള ഒരു ഇതിൽ നിന്ന് ഞാൻ എടുത്തൊരു ഡിസിഷനാണ് ഞാൻ ആ ബ്രേക്ക് എടുക്കുന്നു എന്നുള്ളത്. പക്ഷെ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ടാവുന്ന പോലത്തെ അങ്ങനത്തെ കൺസേൺസും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ ടോപ്പ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇതാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു. പക്ഷെ ഇപ്പം ആൾക്കാർ എൻ്റെ അടുത്ത് 3 months മുതലൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, എന്താ വർക്കിലേക്ക് തിരിച്ചു പോകുന്നില്ലേ, പിന്നെ അങ്ങനത്തത്. അപ്പൊ നമ്മള് പിന്നെ ശരിക്കും അതും ഒരു ഫിയറിൽ വരുന്നതാണ്. പണ്ടേ നമ്മൾ കാണുന്നതാണ് പെണ്ണുങ്ങൾ ചെയ്യുന്ന സാക്രിഫൈസസ്. അമ്മയാവുമ്പോ അത് അമ്മയായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് പോകുന്നുള്ള ആൾക്കാരുടെ ഒരു കൺസേൺ അതെ. വരുന്ന ക്വസ്റ്റ്യൻ ആണ് ശരിക്കും അതും. പക്ഷെ പിന്നെ എനിക്ക് ആ പ്രിവിലേജ് ഉള്ളത് കൊണ്ടുമാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇപ്പം പിന്നെ രണ്ടുപേരും വർക്ക് ചെയ്യണം, ഫിനാൻഷ്യലി കോൺട്രിബ്യൂട്ട് ചെയ്താൽ മാത്രമേ അവിടെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവും എന്നുള്ള ഒരു രീതിയിൽ. അല്ലെങ്കിൽ ഒരു വുമൻ അത്രയും കരിയർ ഡ്രിവൺ ആണ്, അവർക്ക് ആ സമയത്ത് PGയോ ഇതോ ചെയ്യണം എന്ന് ഭയങ്കരമായ ആഗ്രഹമുള്ള ആൾക്കാർ, അവരൊന്നും അങ്ങനെ ചെയ്യണം എന്നുള്ളതല്ല. എൻ്റെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ഇതാണ് ഏറ്റവും റൈറ്റ് എന്ന് തോന്നി, അതുകൊണ്ട് ഞാനത് ചെയ്തു. ഇപ്പൊ അമ്മ ശരിക്കും ഈ ഓൺലൈൻ കൺസൾട്ടേഷൻ ആണല്ലോ പ്രധാനമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പൊ ഒരു കോവിഡിന്റെ സമയത്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഒരു ഓൺലൈൻ കൺസൾട്ടേഷൻ വരുന്നത്. അപ്പൊ അത് പിന്നെ ശരിക്കും നേർക്ക് നേരെ ഇരുന്നിട്ട് ഒരു രോഗിയും ഡോക്ടറും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പോലെ ആ തരത്തിൽ അത് പോസിബിൾ ആണോ, അതോ അതിന് ഏതെങ്കിലും അഡ്വാൻറ്റേജസ് ഉണ്ടോ, എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജ്, ഏതെങ്കിലും കുഴപ്പങ്ങളുണ്ടോ? അത് പിന്നെ ശരിക്കും കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ ഓൺലൈൻ കൺസൾട്ടേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പേഷ്യന്റ് എക്സാമിനൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് അവരുടെ അടുത്ത് സംസാരിച്ച്, പിന്നെ ഇത് നമുക്ക് എല്ലാ ഇൽനെസ്സും ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനേ അല്ല. പിന്നെ നമുക്ക് ചെറിയ പിന്നെ മൈൽഡ് എയിൽമെന്റ്സ്, പിന്നെ പേഷ്യൻസിന് ഉണ്ടാവുന്ന ചില ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും അതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ഈ ഓൺലൈൻ കൺസൾട്ടേഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് കുറച്ചും കൂടെ ഒക്കെ ടൈം കിട്ടും, കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് അവിടെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം. അപ്പൊ ആസ് എ ഡോക്ടർ ഓൾസോ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കില്ല് ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ എനിക്ക് ഇതില് പേഷ്യന്റ് ഡോക്ടർ ഇന്ററാക്ഷൻ അത് കുറച്ച് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ ഭയങ്കര ഹെൽപ്പ് ചെയ്ത പോലെ തോന്നി. അപ്പൊ പേഷ്യന്റിന്റെ ലൈഫിൽ നമുക്ക് എങ്ങനെ ചേഞ്ച് ഉണ്ടാക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് കൗൺസിലിംഗ്, ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഇതിനൊക്കെ നമുക്ക് കുറച്ചും കൂടെ ടൈം ഉണ്ടാവും. അവര് പിന്നെ ചെറിയ ചെറിയ എലിമെന്റ്സ് ആയിരിക്കും, പക്ഷെ അവർക്ക് ഉണ്ടാവുന്ന വേറെ എന്തൊക്കെയോ കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഒരു ഡോക്ടറെ കിട്ടിയിരുന്നെങ്കിൽ ചോദിക്കാമായിരുന്നു എന്ന് വിചാരിച്ച് അവർ വെച്ചിട്ടുണ്ടായിരുന്ന ചില ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതെനിക്കൊരു ഭയങ്കര ഇഷ്ടമാണെന്ന് വെച്ചാൽ എനിക്ക് പേഷ്യന്റിനെ കണ്ട് ഫിസിക്കലി നോക്കുന്നത് തന്നെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷെ ഈ ഒരു സമയത്ത് ഒരു റിമോട്ട് ജോബ് എന്നുള്ള രീതിയിൽ പിന്നെ ഇറ്റ്സ് നൈസ്. ഈ നമ്മുടെ നാട്ടില് പണ്ടുണ്ടായിരുന്ന പോലെയല്ല, ഇപ്പൊ ഒരുപാട് പെൺകുട്ടികള് ഇപ്പം ഡോക്ടർമാരായിട്ടും എഞ്ചിനീയർമാരായിട്ടും പലതരം പ്രൊഫഷനുകളിലേക്ക് ഭയങ്കര സ്വാഭാവികമായിട്ട് തന്നെ ചെന്നുപെടുകയും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പലതരം ജീവിതം ജീവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നന്നായിട്ട് നമ്മളെ നാട്ടിൽ പെൺകുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരു 7ാം ക്ലാസ് മുതലൊക്കെ കുട്ടികളുടെ കല്യാണം കഴിയായിരുന്നു. ഇപ്പൊ എന്ന് പറയുന്നത് കുട്ടികൾ പഠിച്ച് എവിടെയെങ്കിലും എത്തിയതിനു ശേഷം മതി എന്നൊക്കെയാണ്. പക്ഷെ അതേ സമയം തന്നെ ഇപ്പം പുതിയൊരു ട്രെൻഡ് ആയിട്ടൊക്കെ ആളുകൾ ഇങ്ങനെ പറയുന്ന കേൾക്കുന്നത് ഈ നന്നായിട്ട് പഠിച്ച ഒരു ഭാര്യയെ വേണം, ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ വീട്ടിൽ വേണം, പക്ഷെ അവര് പണിക്ക് പോണ്ട. കാരണം ഓള് പണിക്ക് പോയിട്ട് എന്റെ വീട് മുമ്പോട്ട് പോകേണ്ട കാര്യമില്ല എന്ന് പറയുന്ന തരത്തില് അങ്ങനെ ജനറലൈസ് ചെയ്യാൻ പറ്റുമോന്ന് അറിയില്ല. പക്ഷെ അതേപോലെയുള്ള കുറെ കേസുകൾ പറയാറുണ്ട്. ഇതിനെ കുറിച്ചിട്ട് അമ്ന ഏതെങ്കിലും തരത്തിൽ അഭിപ്രായങ്ങളുണ്ടോ ഈ വിഷയം? ഈ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പിന്നെ ഒരാള് പിന്നെ ജോലി ചെയ്യണോ, ഏത് ജോലി ചെയ്യണം എന്നൊക്കെ ഉള്ളത് പിന്നെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഡിസിഷൻ ആണല്ലോ. പക്ഷെ ഇതിന്റെ ബേസിക് എനിക്ക് തോന്നുന്നു ഒരു പിന്നെ ഇത് വരുന്നത് പിന്നെ പിന്നെ ആൾക്കാര് ഒരു ബേസിക് വാല്യൂസ് ഉണ്ടല്ലോ, അവിടെയാണെന്ന് തോന്നുന്നു ചേഞ്ച് വരേണ്ടത്. ഇപ്പം പിന്നെ ആണാണെങ്കിൽ അവർക്ക് പിന്നെ എല്ലാ തരം പ്രിവിലേജും വെറുതെ കിട്ടാണ്. പെണ്ണാണെന്നുണ്ടെങ്കിൽ അവർ ജോലി ചെയ്താൽ ഇത്ര ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഈ ഒരു ബാർ പിന്നെ കടന്നു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് റെസ്പെക്ട് കിട്ടൂ എന്നുള്ള പിന്നെ ആ ഒരു ചിന്തയിൽ നിന്ന് വരുന്നതാണ് പല പ്രശ്നങ്ങളും. നമ്മള് പിന്നെ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെന്നുണ്ടെങ്കിലും
പിന്നെ കോലിവിങ് ആണ്, ഈ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ള ആ ഒരു ചിന്ത വരുന്നിടത്ത് ഈ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അവർക്ക് എന്താണോ ഇഷ്ടം അത് അവർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ട്. അതില്ലേ, ആ ബേസിക് വാല്യൂസ് ഇല്ലേ, അത് അവിടെ എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ എനിക്ക് തോന്നുന്നു തിരുത്തേണ്ടത് ബേസിക് ആയിട്ടുള്ള സാധനമാണ്. അത് നമ്മൾ ഈ എത്രയോ ജെൻഡർ കാലമായിട്ട് റോൾസ്. പറഞ്ഞുകൊണ്ടിരിക്കുകയും വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരു കോൺസ്റ്റന്റ് ഫൈറ്റ് ആണല്ലോ, അതൊരിക്കലും തീരുന്നില്ല. പക്ഷെ എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ അത് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഈ ജെൻഡർ റോൾസിൽ വന്ന മാറ്റങ്ങളെ കുറിച്ചിട്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? അതായത് ഇപ്പം ഈ രണ്ടുപേരും ഒരുമിച്ച് ജോലിക്ക് പോകുന്നു, വീട്ടുകാര്യങ്ങളടക്കം എല്ലാം ഒരുമിച്ച് ഷെയർ ചെയ്യുന്നു. ഇതുപോലൊക്കെയാണല്ലോ പുതിയ ജീവിതം മുമ്പോട്ട് പോകുന്നത്. എന്നാൽ അതേസമയം തന്നെ നമ്മുടെ നാട്ടിലായാലും നമ്മുടെ സിസ്റ്റത്തിലായാലും സൊസൈറ്റിയിലായാലും ഒക്കെ നിലനിൽക്കുന്ന ഒരു സിസ്റ്റം, നാട്ടു നടപ്പുകളൊക്കെ വേറെയാണ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്ലാഷുകളൊക്കെ ഉണ്ടാവുമോ? എന്താണ് അമ്മയുടെ ഒരു അഭിപ്രായം? അതെ, ക്ലാഷ് എന്തായാലും ഉണ്ടാവുമല്ലോ. ഇപ്പൊ കാരണം നമ്മള് ഇപ്പൊ 2-3 ജനറേഷൻ പിന്നെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ആ ക്ലാഷ്, നമുക്ക് അതിനെ ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ വിളിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജെൻഡർ റോൾസ് ഇപ്പോഴുള്ള ജനറേഷനിൽ എല്ലാവർക്കും മനസ്സിലായി എന്നൊരർത്ഥവും ഇല്ല. പക്ഷെ ഒരുപാട് ആൾക്കാർ മാറി. ഇപ്പം പിന്നെ എന്റെ ഹസ്ബൻഡിന്റെ ജനറേഷനിലുള്ള പിന്നെ ആണുങ്ങളെല്ലാം വളരെ ഡിഫറെന്റ് ആണ്. പിന്നെ നമ്മളെ വാപ്പാന്റെയും ഉപ്പാപ്പാന്റെയും ഒക്കെ ജനറേഷനിൽ ഉണ്ടായിരുന്ന ആണുങ്ങളെ വെച്ചിട്ട് നോക്കുമ്പോൾ, ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളെ കുട്ടിയെ നോക്കുന്ന കാര്യത്തിൽ പോലും പിന്നെ ഇപ്പം കുട്ടി ഉണ്ടായതിന് ശേഷം ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ നോക്കുമ്പം ഹി ഹാസ് സോ മച്ച് നർച്ചറിങ് എനർജി. ഒരു പിന്നെ പലതും ചെയ്യണം, കുട്ടീനെ കുളിപ്പിക്കാനും കുട്ടീനെ പിന്നെ ഡ്രസ്സ് മാറ്റാനും എല്ലാം. പിന്നെ എനിക്ക് തോന്നുന്ന പോലെ തന്നെ പിന്നെ കുറച്ച് ഡിഫറെന്റ് ആണെങ്കിൽ പോലും പിന്നെ ആ ഒരു റോൾസ് പിന്നെ അവർക്ക് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹവും അവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാക്കുന്നുണ്ട്. അപ്പം പിന്നെ അത് ഡെഫിനറ്റ്ലി കുറേ ചേഞ്ചസ് ഉണ്ട്. പക്ഷെ എന്നാലും പിന്നെ കുറേ കണ്ടീഷനിങ് നമ്മളെ പിന്നെ ഈവൻ ഒരുപാട് മാറിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോലും കുറെ ലേണിങ്ങും അൺലേണിങ്ങും എല്ലാം നടക്കേണ്ടതാണ്. നമ്മൾ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ഒട്ടും ഫോർഗിവ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ചെറിയ ചെറിയ ക്ലാഷസ്, പിന്നെ ചെറിയ ചെറിയ കോൺഫ്ലിക്ട്സ് എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ ഒരു ലേണിങ്ങും അൺലേണിങ്ങും ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ മാറുന്നതായിട്ടുള്ള കാര്യം. അത് നമുക്കാണെങ്കിൽ പോലും ഉണ്ട് കണ്ടീഷനിങ്, പെണ്ണുങ്ങൾക്കാണെങ്കിൽ പോലും. ആണുങ്ങൾ കരയാൻ പാടില്ല, ആണുങ്ങൾ എപ്പോഴും സ്ട്രോങ് ആയിട്ടിരിക്കണം, പിന്നെ അവര് നമ്മൾക്ക് വേണ്ടിയിട്ട് പിന്നെ സമ്പാദിക്കണം, അവർ സമ്പാദിക്കുന്നത് നമ്മളെക്കാൾ കൂടുതലായിരിക്കണം. ഇങ്ങനത്തെ കോൺസെപ്റ്റ് ചില ലേഡീസിന് തന്നെ ഉണ്ട്. പിന്നെ അവർ ഒരുപാട് എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല. ഇങ്ങനത്തെ സ്പേസിൽ അവർക്കും ഉണ്ട് പ്രഷർ. അപ്പൊ ഇടത്തുണ്ടാവുന്ന ചെറിയ കോൺഫ്ലിക്ട്സ് നമ്മൾ പിന്നെ ഇതാക്കാനും കൂടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് ഉള്ള ഒരു ബ്യൂട്ടിഫുൾ ഫാമിലി, ജെൻഡർ റോൾസ് ഉള്ള ഒരു ഫാമിലി ആയിട്ട് മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ചോദ്യത്തിലേക്ക് പോകും. ഈ സോഷ്യൽ മീഡിയയുടെ ഒരു അമിതമായിട്ടുള്ള ഒരു ഉപഭോഗം ഉണ്ടല്ലോ. ഇപ്പം ഉദാഹരണത്തിന് ആളുകൾ 24 മണിക്കൂർ റീലുകളിൽ ജീവിക്കുന്ന, റീലുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പം നേരത്തെ നമ്മളൊരു പേഴ്സണൽ ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഒതുക്കി വെച്ചിരുന്ന ഒന്നായിരുന്നു. ഇപ്പം പേഴ്സണൽ ലൈഫ് ലോകത്തിന്റെ മുമ്പാകെ ഇങ്ങനെ എപ്പോഴും ഓപ്പൺ ആയിട്ട് നിൽക്കുന്ന ഒന്നാണ്. ഇത് ഏതെങ്കിലും തരത്തിലൊരു ബാലൻസ് ഇതിൽ ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഓ, തീർച്ചയായിട്ടും. എനിക്ക് ഈ ഒരു സമയത്ത് നമുക്ക് തോന്നുന്ന ഏറ്റവും വലിയൊരു ചാലഞ്ച് ആണ് ഈ സോഷ്യൽ മീഡിയ. ഇത് എങ്ങനെ യൂസ് ചെയ്യണം എന്ന് അറിയാത്ത ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഇതെല്ലാം കൂടെ നമ്മുടെ മുമ്പിലേക്ക് വന്നതാണ്. ഈ ഫോണാണെന്നുണ്ടെങ്കിലും ഇപ്പൊ എന്റെ ജനറേഷൻ വരെയൊക്കെയാണ് ലാസ്റ്റത്തെ ഒരു ജനറേഷൻ ചെറുപ്പത്തില് ഫോണുകളൊന്നും കാണാത്തത്. അപ്പൊ അവർ പെട്ടെന്ന് ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ ഒക്കെ മെല്ലെ മെല്ലെ, എന്റെ ജനറേഷനിലാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ മെല്ലെ മെല്ലെ എമേർജ് ചെയ്ത് വരികയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ ഇത് എത്ര കൺസ്യൂം ചെയ്യാം, എങ്ങനെയൊക്കെ കൺസ്യൂം ചെയ്യാം എന്നതിനെ കുറിച്ചൊന്നും യാതൊരു ധാരണയില്ല. അപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് ഓവർ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം. ഇത്രയൊക്കെ ഇൻഫർമേഷൻ ശരിക്കും നമുക്ക് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് അവിടുത്തെ ഒരു മേജർ കൺഫ്യൂഷൻ. അത് നമ്മൾ ഓവർ കൺസ്യൂം ചെയ്ത് ഒരു പക്ഷെ നമുക്കൊരു പിന്നെ ഇപ്പൊ റീൽസ് ഒക്കെ നിങ്ങൾ ചോദിച്ചപ്പോ റീൽസിനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പിന്നെ ഒരു റീൽസ് ഒക്കെ ഉള്ള അഡിക്ഷൻ നമുക്ക് ഡ്രഗ് അഡിക്ഷൻ പോലെയൊക്കെ കാണാം. കാരണം രണ്ടും ഏകദേശം ഒരേപോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ റീൽസ് ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് അതിന്റെ ആന്റിസിപ്പേഷൻ ആണ് ശരിക്കും നമ്മളെ ഹോർമോൺ, ഈ ഡോപ്പമിൻ എന്ന് പറഞ്ഞൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ നമ്മുടെ ബ്രെയിനിൽ. അപ്പൊ അത് ആണ് സ്പൈക്ക് വരുന്നത്. അപ്പൊ നമുക്കൊരു റീൽസ് കാണുന്ന സമയത്ത്, നമ്മൾ ഇങ്ങനെ റീൽസ് ഇങ്ങനെ ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്
നോവൽറ്റി, പുതിയൊരു സാധനം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്താണ് നെക്സ്റ്റ് വരാൻ പോകുന്നത് എന്നുള്ളതിന്റെ ആന്റിസിപ്പേഷൻ ആണ് ശരിക്കും നമ്മൾ ആ ഡോപ്പമിൻ സ്പൈക്ക് ഉണ്ടാക്കുന്നത്. അപ്പൊ ഒന്ന് കഴിഞ്ഞ് പിന്നെ അത് ആ റീൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡോപ്പമിൻ അവിടെ ആ സ്പൈക്ക് കഴിഞ്ഞു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്പൈക്ക് വേണം. അപ്പൊ നമ്മളിങ്ങനെ ഇങ്ങനെ പിന്നെ സ്ക്രോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്ക്രോൾ ചെയ്തിട്ട് വരുമ്പോൾ ഇതേ സാധനമാണ് നമ്മൾ പിന്നെ അടിക്കുന്ന അധിക കെമിക്കൽ പിന്നെ ലഹരി പദാർത്ഥങ്ങളുടെയും റൂട്ട് ഇത് തന്നെയാണ് ഈ ഡോപ്പമിൻ സ്പൈക്ക്. അപ്പൊ കുറെ ഇത് ഒരു ഇത്ര എമൗണ്ട് നമ്മൾ കൺസ്യൂം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇത്ര വേണം. നമ്മൾ ഡ്രഗിലൊക്കെ തോന്നുന്ന പോലെ. അപ്പൊ ഈ റീൽസ് നമുക്ക് ഒരു 10 റീൽസ് കണ്ടാൽ ആദ്യം ഓക്കെ ആയിരുന്നെങ്കിൽ ഇപ്പൊ ഇനി 20 റീൽസ് ആവും, പിന്നെ 30 റീൽസ് ആവും. അപ്പൊ ഈ ഒരു അപകടത്തെ കുറിച്ചിട്ടുള്ള അവയർനെസ് നമുക്ക് ഇല്ല. ആ അവയർനെസ് ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ ഏകദേശം എല്ലാവരും ഇപ്പൊ ഈ പറയുന്ന ഞാനും എല്ലാം ഞാൻ പിന്നെ ഒരുപാട് ഒരു പോയിന്റിൽ ഒരുപാട് സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ ഈ അവയർനെസ് ഉണ്ടായപ്പോ ഞാൻ ചില സമയത്ത് ഒരു 2-3 റീൽസ് കാണുമ്പോൾ ഞാൻ വിചാരിക്കും എന്താണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതെന്റെ ഡോപ്പമിനെ അല്ലേ ബാധിക്കുന്നത്. ആ ഒരു സാധനം ഉണ്ടല്ലോ. അപ്പൊ ആ അവയർനെസ് ഉണ്ടാവുമ്പോൾ നമ്മളൊന്ന് ബാക്കോട്ട് അടിക്കും. അപ്പൊ നമുക്ക് അത് മാറ്റാനുള്ള ഒരു ഇത് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ആ അവയർനെസ് ആണ് ആ കാര്യത്തിലും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്. എസ്പെഷ്യലി നമ്മുടെ ബ്രെയിൻ ആയിട്ട് ആകെ മെസ്ഡപ്പ് ആവുന്ന ഒരു സാധനമാണ്. അപ്പൊ നമ്മള് മക്കളെ ബ്രെയിൻ ആണെന്നുണ്ടെങ്കിലും അതിലും ചെറുതാണ്. അപ്പൊ ചെറിയ മക്കൾക്കൊക്കെ ഈ ഇതുപോലത്തെ അഡിക്ഷൻ ഒക്കെ വരാണ്ടിരിക്കാൻ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം. ഇതൊരു ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതൊന്നും അല്ലായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടൈം നമുക്കില്ല. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര അവയർനെസ് വേണ്ടതും നമ്മള് ഇപ്പം റിഫ്ലക്ട് ചെയ്യുകയും അർജന്റ് ആയിട്ട് ചേഞ്ച് വരുത്തുകയും ചെയ്യേണ്ട ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു. അതെ, നമ്മള് ഇതുവരെ സംസാരിച്ചതൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഇച്ചിരി കൂടി സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ചുകൂടി പേഴ്സണൽ ആയിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് കൂടി നമുക്ക് കിടക്കാം. അപ്പൊ അമ്മ എനിക്കറിയാവുന്ന പോലെ നന്നായിട്ട് വായിക്കുന്ന ഒരാളാണ്. വായനയെ പണ്ട് കുട്ടിക്കാലം മുതലേ കൂടെ കൊണ്ട് നടക്കുന്ന ഒരാളാണ്. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുസ്തകത്തെ കുറിച്ച് വളരെ ലഘുവായിട്ടൊന്ന് പറയും. അപ്പം പുസ്തകം എനിക്ക് കുറെ പുസ്തകങ്ങള് എന്റെ ഫേവറേറ്റ് ലിസ്റ്റിലുണ്ട്. അപ്പൊ അതിനകത്ത് ഞാനിപ്പോ ഒന്ന് മാത്രം എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ റീസെന്റ് ആയിട്ട് വായിച്ചിട്ടുള്ള ഒരു ബുക്ക് തന്നെ ഞാൻ പറയാം. ഒരു 1000 Splendid Suns എന്ന് പറയുന്ന പുസ്തകം, ഖാലിദ് ഹുസൈനിന്റെ. പിന്നെ ഭയങ്കര ഫേമസ് ആയിട്ട് കുറെ കാലം ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആൾക്കാർ വായിക്കുകയും എനിക്ക് സജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്ത ബുക്കാണ്. എന്തോ ഒരു കാരണത്താൽ ഞാൻ ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഒരു 2 പേജൊക്കെ വായിച്ചിട്ട് മടക്കി വെച്ച പുസ്തകമായിരുന്നു. അതിന്റെ മുമ്പത്തെ വായിച്ചോ? ഒക്കെ എല്ലാം മൗണ്ടൻ എക്കോഡും ഞാൻ കുറച്ച് വായിക്കാൻ ശ്രമിച്ചു. പക്ഷെ അത് ഞാൻ കംപ്ലീറ്റ് ചെയ്യാത്തൊരു പുസ്തകമാണ്. അപ്പൊ കൈറ്റ് റണ്ണർ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ്. പിന്നെ ഖാലിദ് ഹുസൈനിന്റെ സ്റ്റോറി ടെല്ലിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഇതാണ്. അപ്പം പിന്നെ ഐ തോട്ട് പിന്നെ ഇപ്പൊ കുറച്ച് സമയമൊക്കെ കിട്ടിയ സമയത്ത് ഞാൻ വിചാരിച്ചു അതെന്തായാലും ഒന്ന് വായിക്കണം. അങ്ങനെ ഞാൻ ഇരുന്ന് വായിച്ചപ്പം ഐ വാസ് ഭയങ്കരമായിട്ട് മൂവ്ഡ്. ഐ വാസ് സോ മൂവ്ഡ്. പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് പിന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരു തരത്തിൽ ഞാൻ മൂവ് ചെയ്തു. ഞാനൊരു 2-3 ദിവസം ഞാൻ അതിനെക്കുറിച്ച് തന്നെ ആലോചിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ ഇത് എസ്പെഷ്യലി നമ്മളെ ഈ ഒരു ഇപ്പത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ, ഇപ്പത്തെ ഒരു വാർ, പിന്നെ ഗാസ ഇസ്രായേൽ വാറിന്റെ നമ്മൾ വായിക്കും, നമുക്ക് ചില സാധനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാനും പറ്റുന്നു. അപ്പൊ നമ്മൾ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ലെങ്കിലും നമുക്കത് കുറച്ചും കൂടെ ഒക്കെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ ആ സമയത്ത് പിന്നെ അതിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന വേറെ കോൺഫ്ലിക്റ്റ്, അതായത് പിന്നെ ലേല മറിയം എന്ന് പറയുന്ന ഭയങ്കര റെസിലിയന്റ് ആയിട്ടുള്ള വിമന്റെ, അത് ആസ് എ വുമൻ എന്നെ ഭയങ്കരമായിട്ട് മൂവ് ചെയ്തു. പിന്നെ അവരുടെ റെസിലിയൻസ്, അവരുടെ പിന്നെ ആ വാറിൽ കൂടെ ആ ഒരു വാറിന്റെ ഉള്ളിലൊരു ഇന്റേണൽ വാർ, പിന്നെ അവരുടെ മേലുള്ള ഓപ്പറേഷനും മാരീഡ് ലൈഫിൽ ഉണ്ടാവുന്ന പിന്നെ ഡൊമസ്റ്റിക് വയലൻസും കാര്യങ്ങളൊക്കെ. അപ്പം ദാറ്റ് ഇസ് ദ വൺ ബുക്ക് നിങ്ങൾ പെട്ടെന്ന് ചോദിച്ചപ്പോ എനിക്ക് എന്റെ മനസ്സിൽ വന്ന ഒരു പുസ്തകം. പിന്നെ അമ്മയുടെ ഒരു പ്രധാനപ്പെട്ട വേറൊരു ഏരിയ എന്ന് പറയുന്നത് മ്യൂസിക് ആണ്. പണ്ട് മുതലേ പാടും, അതുപോലെ മ്യൂസിക് ഇഷ്ടമാണ്. അപ്പം ഞാൻ അമ്മയുടെ അടുത്തൊരു ചോദ്യം ചോദിക്കാണ്. ഒരു 3 പാട്ടുകളുടെ ആദ്യത്തെ ഒരു 4-5 വരികളായാലും മതി, മുഴുവനൊന്നും വേണമെന്നില്ല. 3 പാട്ടുകൾ, അത് 3 ഭാഷകളില്. ഒന്നൊരു മലയാളം, പിന്നെ ഒരു ഹിന്ദി, പിന്നെ വേറൊരു 3ാമത്തെ ഭാഷ. അത് ഏതാവാം, ഇംഗ്ലീഷ് ആവാം, അല്ലെങ്കിൽ വേറെ ലാംഗ്വേജ് ആവാം. അയ്യോ, മലയാളം ഹിന്ദിയും അല്ലാത്ത വേറൊരു ഭാഷ എന്തായാലും കയ്യിലില്ല. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഇതൊന്ന് പിന്നെ എല്ലാം കൂടി ഒന്നാക്കാം. എല്ലാം കൂടെ ഒരു 2 ആക്കാം. പക്ഷെ ഞാൻ 2 മലയാളം പാട്ട് തന്നെ വേണം.
ഉം. ഒന്ന് ഞാനൊരു പഴയ മലയാളം പാട്ട് പാടാം. ഉം. ഒരു 2-3 വരികൾ പാടാം. ഉം. പാതിരാവായില്ല പൗർണമി കന്യയ്ക്ക് 17-18 പ്രായം. മൂവന്തി പൊയ്കയിൽ മുങ്ങി നീരാടി പാവാട മാറ്റിയ പ്രായം. പാതിരാവായില്ല പൗർണമി കന്യയ്ക്ക് 17-18 പ്രായം. മൂവന്തി പൊയ്കയിൽ മുങ്ങി നീരാടി പാവാട മാറ്റിയ പ്രായം. 2 വരികൾ. അതല്ലാണ്ട് ഒരു പാട്ട് ഞാനിപ്പോ നമ്മളെന്തായാലും കുറെ മദർഹുഡിനെ കുറിച്ചൊക്കെ സംസാരിച്ചാണല്ലോ. അപ്പൊ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളൊരു താരാട്ട് പാട്ടിന്റെ ഒരു 4 വരികൾ പറയാം. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിക്കട്ടെ. ഈ ന്യൂജൻ ആളുകൾക്കൊന്നും ഈ ബാബുരാജിന്റെ പാട്ടൊന്നും ഇഷ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സാധാരണ നേരെ തിരിച്ചല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോഴും കേട്ടോണ്ടിരിക്കുന്നതെല്ലാം പഴയ പാട്ടുകൾ തന്നെയാണ് കൂടുതലും. താരാട്ട്. ഓക്കെ, താരാട്ട് പാട്ട്. നാളെ നീ മെല്ലെ നടന്ന് വരും, നിന്റെ നാവിൻ മൊഴികൾ തെളിഞ്ഞ് വരും, നാട് നിനക്ക് വഴിയൊരുക്കും മുൻപേ നന്മകൾ വെട്ടം ചൊരിഞ്ഞിടും, കണ്ണ് തുറന്ന് നടക്കേണം, കല്ലും മുള്ളും കടക്കേണം, കൂരിരുട്ടത്തും ഉൾക്കണ്ണിൻ വെളിച്ചത്തെ സൂര്യനെ പോലെ തെളിക്കേണം, തൊട്ടിലുമ്മാന്റെ താരാട്ടിലാടുന്ന കൊച്ചു കുറുമ്പാ കുഞ്ഞാനുജ, ഇക്കാക്ക മെല്ലെ തൊടുമ്പോൾ പുഞ്ചിരി ചുണ്ടിലുദിക്കുന്നതെന്തു രസം. ഗംഭീരായിട്ട് പാടി. 2 പാട്ടും നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഈ അമിയ എന്ന് ഇടക്ക് പറയുന്നുണ്ട്. എന്റെ ഒരു ക്ലോസ് ഫ്രണ്ടിന്റെ പേരാണ് അമിയ. അതിങ്ങനെ ഇടക്ക് വരുന്നതാ. ഞാൻ സത്യം പറഞ്ഞ ഇതുവരെ അത് ശ്രദ്ധിച്ചില്ല. ഓക്കെ. ഞാൻ പലതവണ അത് പറഞ്ഞു പോയിട്ട് വീണ്ടും അമ്ന എന്ന് പറഞ്ഞു. ഞാൻ അമ്നയുടെ ഒരു ബക്കറ്റ് ലിസ്റ്റിനെ കുറിച്ചിട്ട് ചോദിക്കായിരുന്നു. അമ്നയുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു 3 കാര്യങ്ങൾ. ബക്കറ്റ് ലിസ്റ്റിലുള്ള 3 കാര്യങ്ങൾ. ബക്കറ്റ് ലിസ്റ്റിലും ചിലപ്പോ അങ്ങ് മാറും. എന്നാലും ഞാനിപ്പോ ആലോചിക്കുമ്പോ എന്റെ മനസ്സിൽ വരുന്ന ഒരു 3 കാര്യങ്ങൾ ഞാനങ്ങ് പറയാം. ഒന്ന് പിന്നെ കുറച്ചും കൂടെ യാത്രകളെല്ലാം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കുറേ കൂടെ യാത്രകളൊക്കെ ചെയ്യണമെന്ന്, ഇന്റർനാഷണൽ ട്രിപ്പുകളൊക്കെ, യൂറോപ്യൻ, ആഫ്രിക്കൻ, മിഡിൽ ഈസ്റ്റേൺ എല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതൊക്കെ എപ്പോഴാണ് നടക്കാന്നറിയില്ല. അതൊന്ന്. പിന്നെ ഒന്ന് എന്റെ മകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് പിന്നെ എനിക്ക് എന്റെ മോളെ കുറച്ചു കാലമെങ്കിലും ഒന്ന് ഹോം സ്കൂൾ ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. പിന്നെ ഹോം സ്കൂളിങ് ഇപ്പൊ ഒരു പുതിയ സാധനമാണ്, പക്ഷെ എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. ഞാനോടൊക്കെ ഇപ്പോഴേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ റിട്ടയർ ആയല്ലോ, മാഷുമാണല്ലോ. അപ്പൊ കുറച്ചൊക്കെ ഹോം സ്കൂൾ ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്യും. എന്റെ കരിയർ മൊത്തമായിട്ട് മാറ്റി വെച്ച് ഞാൻ ഹോം സ്കൂൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പൊ ഞാൻ ഇപ്പോഴേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഒരു ബക്കറ്റ് ലിസ്റ്റിലെ ഒരു ഇതാണ്. മറ്റൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഫാമിങ് കുറച്ചൊക്കെ പഠിച്ച് എപ്പോഴെങ്കിലും ഒരു ലാൻഡൊക്കെ ഉണ്ടാവുമ്പോൾ, സ്വന്തമായിട്ടൊരു ലാൻഡൊക്കെ ഉണ്ടാവുമ്പോൾ, പിന്നെ അവിടെ കുറച്ച് പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ ഫാം ചെയ്തിട്ട് വിളവെടുത്ത് കിട്ടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ കഴിക്കണം എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്. ഇതാണ് ഇതിലൊന്നും എവിടെയും എഴുത്തോ ഒരു പുസ്തകം ഇതൊന്നുമില്ല. ഇല്ല, അതൊന്നും എന്റെ ബക്കറ്റ് ലിസ്റ്റില് വരുന്നതായിട്ട് തോന്നുന്നില്ല. എഴുത്ത് പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ എനിക്ക് പിന്നെ എഴുത്തൊരു ചെറിയൊരു
പാഷൻ മാത്രമാണ്. ഞാൻ ഇടയ്ക്ക് ജേർണൽ ചെയ്യും, ഇടയ്ക്ക് പിന്നെ തോന്നുമ്പം ഈ ഇൻസ്റ്റഗ്രാം ഞാൻ എപ്പോഴും വെച്ച് പിന്നെ എപ്പോഴും ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുന്ന ഒരു സാധനമല്ല, ഞാൻ എപ്പോഴും അൺഇൻസ്റ്റാൾ ചെയ്ത് കളയും. എന്നാൽ എനിക്ക് എപ്പോഴോ എന്തോ ഒന്ന് സ്ട്രൈക്ക് ചെയ്ത ഒരു സാധനം ഉണ്ടെങ്കിൽ അത് എഴുതാൻ വേണ്ടി ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടും. അങ്ങനെ ഒരു എഴുത്തല്ലാണ്ട് എനിക്ക് അങ്ങനെ ഞാനൊരു കണ്ടിന്യൂസ്ലി ചെയ്യുന്ന ഒരു സാധനമേ അല്ല എഴുത്ത്. പക്ഷെ പണ്ട് ഇതിലൊക്കെ കുറെയൊക്കെ വായിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. മുമ്പ് ഫേസ്ബുക്കിലൊക്കെ എഴുതിയ കുറിപ്പുകളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഗംഭീര കുറിപ്പുകളായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അതെ, ചോദിച്ചത്. ചിലപ്പോ ഞാൻ അതൊക്കെ ഒന്ന് തട്ടിയെടുത്തിട്ട് ഒന്നും കൂടെ എനിക്ക് തന്നെ ഒരു ഇൻസ്പിറേഷന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു എഴുതാൻ. എനിക്ക് നല്ല കുറിപ്പുകളായിരുന്നു അത്. ഇപ്പോഴും ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരു ഏരിയയാണ് എഴുത്ത്. പിന്നെ ഞാൻ എഴുതിയാല് അതിൽ ഇതുണ്ടോ, ഞാൻ വിചാരിക്കുന്ന സാധനങ്ങളൊക്കെ ആൾക്കാരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്ക് എഴുത്തിലൂടെ പറ്റുമോ എന്നൊക്കെ ഉള്ള ഒരു ഇൻസെക്യൂരിറ്റി ഇപ്പോഴും എനിക്കുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാവാൻ ചിലപ്പോൾ അത് മുമ്പ് എഴുതിയത് ഒന്നുകൂടി വായിച്ചു നോക്കിയാൽ മതി, അപ്പൊ അത് മാറും. ചിലപ്പോ എന്റെ എഴുത്തുകളായിട്ട് എനിക്ക് ഇൻസ്പിറേഷൻ ആയാലും ഉറപ്പായിട്ടും ഞാൻ വായിച്ചു വെക്കും. ഞാൻ അവസാനമായിട്ട് എന്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞപ്പം അമ്നപ്പം ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലൂടെ കടന്നിട്ട് ഇപ്പം എന്താ പറയാ, വിദ്യാഭ്യാസം, അത് കഴിഞ്ഞിട്ട് ജോലി, പിന്നീട് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മദർഹുഡ്, ഇതുപോലെയൊക്കെയുള്ള അവസ്ഥ. നമ്മളെ നാട്ടിൽ ഒരുപാട് കുട്ടികൾ ഉണ്ട്. അവർ ഇതേപോലെ തന്നെ ഭയങ്കര അംബീഷ്യസ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ സ്വപ്നം കാണുന്ന, നല്ല കരിയർ സ്വപ്നം കാണുന്നൊക്കെ ആയിട്ടുള്ള ആളുകളാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. അവരോട് അമ്നക്ക് സ്വന്തം ഒരു അനുഭവത്തിന്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തില്, കാരണം നമ്മൾ പഠിച്ച ചില പാഠങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ചിട്ട് അവരോട് പറയാൻ പറ്റുന്ന ഒരു 2 കാര്യങ്ങൾ എന്താ? ഞാനിപ്പോ ഒരു 30 വയസ്സിന്റെ എക്സ്പീരിയൻസിലാണല്ലോ പറയാ. അപ്പൊ പിന്നെ മേ ബി ഐ എം നോട്ട് ദ ലൈക് ബെസ്റ്റ് പേഴ്സൺ ടു ടെൽ ദിസ്, പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു ഞാൻ ആകെ കുറച്ചു കാലം മാത്രമേ പിന്നെ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസും എനിക്കുള്ളൂ. ഒരുപാട് കാലം വർക്ക് ചെയ്തിട്ടൊന്നുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല. പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞത് ഇപ്പം ഇതുപോലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോകാൻ പല ടൈപ്പ് കുട്ടികളെ കാണുകയൊക്കെ ചെയ്തതുകൊണ്ട്. അതെ. അപ്പൊ അങ്ങനെ തോന്നുമ്പോ അങ്ങനെ പറയാൻ തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നത് നമ്മളെപ്പോഴും പിന്നെ ഏത് പിന്നെ സ്ഥലത്ത് പോയി ഏത് പിന്നെ പ്രൊഫഷൻ ആഗ്രഹിച്ചാലും, പിന്നെ ഏത് വഴി നമ്മൾ തിരഞ്ഞെടുത്താലും, എനിക്ക് തോന്നുന്നു അതിന് പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനം നമുക്കത് ലേൺ ചെയ്യാനുള്ള ഒരു ക്യൂരിയോസിറ്റിയാണ്. എപ്പോഴും ഒരു ക്യൂരിയസ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ വേ ഒക്കെ കുറച്ചും കൂടെ ക്ലിയർ ആവുന്നു. നമ്മള് പിന്നെ എപ്പോഴും ലേൺ ചെയ്യാൻ ഉള്ള ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ അത് പിന്നെ നമ്മുടെ വഴി കുറച്ചും കൂടെ ഒക്കെ പിന്നെ ശരിയായിട്ട് വരും എന്ന് തോന്നുന്നു. പിന്നെ നമ്മളോട് തന്നെ സത്യസന്ധമായിട്ട് ഇരിക്കുക. ശരിക്കും എനിക്കത് ചെയ്യണോ എന്നുള്ള തോന്നൽ നമ്മുടെ ഉള്ളിൽ തന്നെ വരണം. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റിഫ്ലക്ട് ചെയ്യണം. നമ്മൾ ആൾക്കാരെ കാണിക്കുവാൻ വേണ്ടിയാണോ, അല്ലെ ആരുടെയൊക്കെയോ പ്രഷറിന്റെ മേലെയാണോ, അതോ എനിക്ക് വേണ്ടി തന്നെയാണോ ഇത് ചെയ്യുന്നതെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. അതൊക്കെ പിന്നെ അതൊക്കെയാണെന്ന് തോന്നുന്നു നമ്മുടെ വഴി വെട്ടേണ്ട ചില ഇത്. പിന്നെ നമ്മൾ ഒരു വർക്കിംഗ് സ്പേസിലോട്ട് വരികയാണെന്നുണ്ടെങ്കിലും പിന്നെ എന്തായാലും നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ട് ഒരു ഇതിലേക്കും കടക്കാൻ പറ്റില്ല. അപ്പൊ ഇംപെർഫെക്ഷൻസ് ഉണ്ടാവും. അപ്പൊ നമ്മളെ മിസ്റ്റേക്സ് ലേൺ ചെയ്യാനുള്ള പിന്നെ ഒരു ഇതുണ്ടാവും. അപ്പം എനിക്ക് പെർഫെക്ഷനേക്കാളൊക്കെ ഇമ്പോർട്ടന്റ് നമ്മളെ റെസിലിയൻസും നമ്മളെ പേഷ്യൻസും ഒക്കെ ആണെന്ന് തോന്നുന്നു. അപ്പൊ ആ ഒരു ഇതൊക്കെ ഉണ്ടാവുക. അതിനോടൊപ്പം നമ്മൾ ബാക്കിയുള്ള നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യാനും, നമ്മുടെ ഹെൽത്തും ഇതൊക്കെ പ്രയോറിറ്റൈസ് ചെയ്യാനും പിന്നെ ആ ഒരു മൈൻഡും കൂടെ ഉണ്ടാവുക എന്നുള്ളത്. എന്ന് വെച്ചാൽ ബേൺ ഔട്ട് എന്ന് പറയുന്നത് ഒരു റിയൽ സാധനമാണ്. അത് ആണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഭയങ്കര റൊമാൻറ്റിസൈസ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. 12 മണിക്കൂറും പിന്നെ 14 മണിക്കൂർ 24 മണിക്കൂർ ഒരാൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത് അതാണ് ഏറ്റവും ഐഡിയൽ എന്ന് പിന്നെ വരുത്തി തീർക്കണം. അപ്പം അതല്ല ശരിക്കും നമ്മളെ ബേൺ ഔട്ട് ആവാതെ നമ്മുടെ സ്പിരിറ്റും നമ്മുടെ സോളിനെ പിന്നെ ക്രഷ് ചെയ്യുന്ന ഒരു സാധനം അല്ലാതെ നമ്മളെ സോളിനെ ഫീഡ് ചെയ്യുന്ന സാധനങ്ങൾ സെലക്ട് ചെയ്യുക, പിന്നെ അതുമായിട്ട് മുന്നോട്ട് പോവാ എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അമ്മയായിട്ട് സംസാരിക്കുന്നത്. ഒന്ന്, അമ്മ എന്നെക്കാളൊക്കെ ഒരുപാട് പ്രായം കുറഞ്ഞ ഒരാളാണ്, പുതിയൊരു ലോകത്ത് ജീവിക്കുന്ന ഒരാളാണ്. എന്നാൽ അതേസമയം തന്നെ അമ്മ ഒരുപാട് കാലങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുകയും ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോവുകയൊക്കെ ചെയ്യുന്നു. പ്രത്യേകിച്ച് മദർഹുഡിനെ കുറിച്ചൊക്കെ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഞാനും അങ്ങനെ ആലോചിക്കാത്ത കുറെ ഏരിയാസ് അതിൽ വന്നു. ഭയങ്കര സന്തോഷമുണ്ട്. നമ്മളിപ്പം നമ്മളുടെ ഈ ഒരു സംസാരം ഇവിടെ വെച്ചിട്ട് കഴിയാണ്. ഇപ്പം നമ്മുടെ ഓഡിയൻസിൽ ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാവും.
ഞാൻ അവർക്ക് കൊടുക്കുകയാണ്. നമ്മൾ ഒരുപാട് വൈകിയിട്ടില്ല. നമ്മൾ നോർമൽ ആവുന്നതിനേക്കാൾ ഇച്ചിരി വൈകി തുടങ്ങിയത് കൊണ്ട് മാത്രം. അപ്പൊ എന്തെങ്കിലും ചോദ്യം ബാക്കി ഓഡിയൻസിലോട്ട് പോകുന്നതിന് മുമ്പ് എനിക്ക് പിന്നെ റഷീദ് ഖാന്റെ അടുത്ത് പറയാറുള്ളത് നിങ്ങളെ ക്വസ്റ്റ്യൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് പിന്നെ കുറെ കാര്യങ്ങൾ പറയാൻ പറ്റിയത് നിങ്ങളെ ക്വസ്റ്റ്യൻസിന്റെ ഒരു പിന്നെ ഇതും കൂടെയാണ്. അപ്പം ഞാൻ ആദ്യം തുടക്കത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു പിന്നെ ഒരു ബേജാറൊക്കെ നമുക്ക് പണ്ടേ ഉള്ള ഒരു സ്റ്റേജ് ഫിയർ ഉണ്ടല്ലോ, അതൊക്കെ കയറി വന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഈസി ആയി. പിന്നെ ഒരു ഫ്ലോ വന്നു. അപ്പൊ പിന്നെ ഇത് ഞാൻ തറവായിട്ട് എൻജോയ് ചെയ്തു ഈ ഒരു കോൺവെർസേഷൻ. അപ്പൊ ഞാൻ എപ്പോഴും മനസ്സിൽ പിന്നെ കീപ്പ് ചെയ്യുന്ന ഒരു കോൺവെർസേഷൻ ആയിരിക്കും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇനി ആർക്കെങ്കിലും സംസാരിക്കാം, നമ്മുടെ ഓഡിയൻസിലുള്ള ആളുകൾക്ക് ചോദിക്കട്ടെ. ആദ്യം ചോദ്യമല്ല, അഭിനന്ദനാണ്. രണ്ടുപേരും ശരിക്കൊരു ഒരു മത്സരിച്ച് അഭിനയിച്ച നല്ലൊരു ഒരു സിനിമ കണ്ട ഒരു പ്രതീതിയുണ്ട്. ശരി, രണ്ട് സൂപ്പർ സ്റ്റാറുകൾ അഭിനയിച്ച സിനിമയിലെല്ലാം നമ്മൾ ഇറങ്ങിപ്പോയപ്പോ ഒരു സുഖം ഉണ്ടാവില്ലേ, നല്ല കണ്ടന്റ് കൂടിയുള്ള. അതിന്റെ ഒരു നിങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ അത് ഓഡിയൻസിൽ എല്ലാവരും തന്നെ അത് എൻജോയ് ചെയ്തു എന്നുള്ളത് 100% തീർച്ചയായും. എനിക്കറിയില്ല, നമ്മൾ PPDയെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ PPDയിലേക്ക് നയിക്കാവുന്ന കാരണങ്ങൾ ഒരു 4-5 കാരണങ്ങൾ പറഞ്ഞാൽ ഏതൊക്കെയായിരിക്കും? ഓക്കെ, നയിക്കാവുന്ന കാരണങ്ങളിൽ ഏറ്റവും മെയിൻ ആയിട്ട് എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ തന്നെ ഒരു പിന്നെ വൂൺസ് ആണ്. അപ്പോൾ നമ്മൾ പിന്നെ മദർഹുഡിലേക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെയാണ് അതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ കംപ്ലീറ്റ്ലി ഹീലാവുക എന്ന് പറയുന്നത് ഒരാൾക്ക് പോസിബിൾ അല്ല. എന്നാലും നമ്മൾ പിന്നെ നമ്മുടെ മെന്റൽ സ്റ്റെബിലിറ്റി എത്രത്തോളം ആണെന്ന് നമ്മൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ കുറെ ഇന്നർ വൂൺസ് കിടക്കുന്നുണ്ടാവും. അപ്പോൾ പിന്നെ നമ്മളൊരു സ്റ്റേബിൾ സ്പേസിലാണോ? ചിലർ ചൂസ് ചെയ്യുന്ന പ്രഗ്നന്റ് ആവാൻ ചൂസ് ചെയ്യുന്ന റീസൺസ് ഭയങ്കര ഇതാണ്. അതായത് പിന്നെ അച്ഛനും അമ്മയ്ക്കും പിന്നെ അവരുടെ അച്ഛനും അമ്മയ്ക്കും പിന്നെ ഗ്രാൻഡ് പാരന്റ്സ് ആവാൻ ആഗ്രഹം തോന്നുന്നു, അല്ലെങ്കിൽ പിന്നെ എൻ്റെ കൂടെയുള്ള ബാക്കി എല്ലാവരും പ്രഗ്നന്റ് ആവുന്നു. അപ്പൊ അങ്ങനത്തെ കാരണങ്ങളല്ലാതെ ശരിക്കും നമുക്കൊരു സെൻസിറ്റീവ് എംപാത്തിക് നർച്ചറർ ആവാനുള്ള ഒരു പിന്നെ സ്പേസ് ഉണ്ട്. പിന്നെ മെന്റലി, ഫിസിക്കലി, പിന്നെ ഇമോഷണലി, ഈവൻ ഫിനാൻഷ്യലി പോലും നമ്മൾ അങ്ങനെ ഒരു സ്പേസിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ അല്ലാണ്ടിരിക്കുമ്പോൾ ഇമോഷണലി വളരെ വൾണറബിളായിട്ടുള്ള ഒരു സ്പേസിൽ ഇരിക്കുമ്പോൾ ഈ PPD ഉണ്ടാവാനുള്ള സാധ്യത ഭയങ്കരമായിട്ട് കൂടുതലാണ്. പിന്നെ സപ്പോർട്ട് ഫ്രം അതേഴ്സ്, പിന്നെ എസ്പെഷ്യലി പാർട്ട്നേഴ്സിന്റെ അടുത്തൊക്കെ പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് PPD ഉണ്ടാവാനുള്ള സാഹചര്യം ഭയങ്കര കൂടുതലാണ്. നമ്മളിപ്പോ ഈ പറഞ്ഞ ഒരു ദിവ്യ എന്ന് പറയുന്ന ആ കുട്ടിയുടെ കാര്യം തന്നെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെ അവർ പറയുന്നത് പിന്നെ കല്യാണം കഴിച്ചിട്ട് വന്നപ്പോൾ ആ വീട്ടുകാർ എന്നെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്തത് അതുപോലെ തന്നെയാണ് അവർ പ്രസവിച്ച് കഴിഞ്ഞപ്പോഴും എന്നെ ട്രീറ്റ് ചെയ്തത്. വളരെ മോശമായിട്ട് ഭർത്താവിൻ്റെ അടുത്തുനിന്നും ഭർത്താവിൻ്റെ വീട്ടുകാരുടെ അടുത്തുനിന്നും നമുക്ക് പിന്നെ അനുഭവങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അത് PPDയിലേക്ക് നയിക്കാം. പിന്നെ ഇതൊന്നും വേണ്ട, നമുക്ക് ചിലപ്പോൾ ബർത്ത് ട്രോമാസ് തന്നെ മതി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പിന്നെ പ്രസവം എന്ന് പറയുന്നത് പിന്നെ ഇപ്പം ചില പണ്ടത്തെ കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ട്രോമാറ്റിക് ആയിട്ട് പ്രസവിപ്പിക്കുന്ന രീതികൾ ഉണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് പിന്നെ ഭയങ്കര ട്രോമാറ്റിക് ആവും, അവരുടെ തൊട്ടും റെസ്പെക്ട് കാണിക്കാതിരിക്കുക, പിന്നെ എന്താണ് അടങ്ങിയിരി, പിന്നെ വേദനയൊക്കെ എല്ലാവർക്കും ഉണ്ടാവും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒട്ടും അവരെ റെസ്പെക്ട് ചെയ്യാതെ ആ ബേർത്തിന്റെ സമയത്ത് അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ബേർത്ത് ട്രോമ അതൊരു ഇമാതിരി ഒരു ട്രോമ റെസ്പോൺസ് പോലെ പ്രസവത്തിന് ശേഷം അത് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇതൊക്കെയാണ് എന്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന 2-3 കാരണങ്ങൾ. മറ്റെല്ലാരും കൂടെ ക്ഷമിക്കുക, ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കുകയാണേ. അതായത് പിന്നെ പണ്ടൊരു കോൺസെപ്റ്റ് ആയിരുന്നു നമ്മുടെ കുടുംബത്തിൽ ആണുങ്ങൾ പുറത്തുപോയി സമ്പാദിക്കുക, പെണ്ണുങ്ങള് കുട്ടികളുടെ കാര്യവും കുടുംബത്തിനകത്തെ കാര്യങ്ങളും നോക്കി കുടുംബം നന്നായി കൊണ്ടുപോകാനുള്ള സഹായിക്കുക എന്നൊരു കോൺസെപ്റ്റായിരുന്നു പണ്ടൊരു, അല്ലെങ്കിൽ ഒരു നിയമമായിരുന്നു. ഇന്ന് എന്തായി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആണുങ്ങള് പുറത്തേക്ക് ഓൾറെഡി ഉണ്ട്, പെണ്ണുങ്ങളും കൂടി പുറത്തേക്ക് പോയി. അപ്പം ഫലത്തില് കുട്ടികള് ഒരു അർദ്ധ അനാഥരായി മാറി. ശരിക്കും അവര് ഉത്തരവാദികളല്ലേ, അവർ ലോകത്തിലേക്ക് വന്നതിന് അവർ ഉത്തരവാദികളല്ല. നമുക്ക് ലേഡീസിന് പറയാൻ സ്വാതന്ത്ര്യത്തിന്റെയും മറ്റു പല കാരണങ്ങളുണ്ട് പുറത്തേക്ക് പോകാനൊക്കെ തന്നെ. എന്നാൽ പുരുഷൻ ആ സ്ഥാനത്ത് ഉയർന്നു വന്നതുമില്ല. ഫലത്തിൽ അവരെന്തായി, അവൻ അനാഥരായി എന്നുള്ള അവസ്ഥയുണ്ട്. ഇതിനെക്കുറിച്ച് ഒരു കമന്റ് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, കാരണം എനിക്കിത് പറയണം എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണിത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ചാലഞ്ചാണ്. എന്ന് വെച്ചാൽ ഈ ഒരു സംഭവം ഇപ്പോഴാണ് നമ്മുടെ നാട്ടിൽ വന്നെങ്കിലും
വെസ്റ്റേൺ കൾച്ചറിലൊക്കെ കുറച്ച് മുമ്പേ ഈ ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പിന്നെ ആഫ്റ്റർ ഡെക്കേഡ്സ് അവർ അതിനെ കുറിച്ചിട്ട് ഒരു സ്റ്റഡി നടത്തിയപ്പോൾ അവർക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പിന്നെ ഭയങ്കരമായിട്ട് ഇൻഡിപെൻഡൻസിനെ കുറിച്ച് പറയുമ്പോൾ അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. പക്ഷെ നമ്മൾ ആ ഒരു പ്രോസസ്സിൽ നമ്മൾ ഈ കുട്ടികളെ അനാഥരാക്കുമ്പോൾ അവരെ ഡേ കെയറുകാർ നോക്കിക്കോട്ടെ, നാനി നോക്കിക്കോട്ടെ, കുട്ടികളെ അങ്ങ് പ്രസവിച്ചിട്ടാൽ മതി, അതങ്ങ് താനെ വളർന്നോളും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഒരു ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പിന്നെ അറ്റാച്ച്മെന്റ് ഡിസോർഡേഴ്സ് ഉള്ള ആളുകളും പിന്നെ മെന്റൽ ഇഷ്യൂസ് ഉള്ള ആളുകളും ബിഹേവിയറൽ ഇഷ്യൂസ് ഉള്ള ആളുകളും ആയിട്ട് ആ ജനറേഷൻ വളർന്നു വരുന്നതാണ് അവര് പിന്നെ ആഫ്റ്റർ ഡെക്കേഡ്സ് അവര് സ്റ്റഡീസ് നടത്തുമ്പോൾ അവര് കാണുന്നത്. അപ്പം ആ ഒരു സ്പേസിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അവര് കുറച്ച് മുമ്പേ എത്തിയ ഒരു സംഭവത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇപ്പം. അപ്പൊ നമ്മൾ ശരിക്കും ആ ചില ആ ഒരു ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും പിന്നെ ഈ പറഞ്ഞതുപോലെ ശരിക്കും പറഞ്ഞാൽ അത് സിസ്റ്റത്തിൽ തന്നെ പിന്നെ മാറേണ്ട ചില കാര്യങ്ങളുണ്ട്. പിന്നെ ചില കൺട്രീസിലൊക്കെ ഇപ്പോൾ ഹംഗറി, ഡെൻമാർക്ക് അങ്ങനത്തെ ഒക്കെ കുറെ കൺട്രീസിൽ ഹാപ്പി ഇൻഡെക്സ് ഒക്കെ ഭയങ്കര കൂടുതലാണ്. ആ കൺട്രീസിലൊക്കെ ഒരുപാട് മെറ്റേണിറ്റി ലീവും പെറ്റേണിറ്റി ലീവും ഒക്കെ കൊടുക്കുന്നുണ്ട്. കുട്ടികളെ ജനിച്ചു കഴിഞ്ഞാൽ അവരെ നോക്കാനുള്ള പിന്നെ സ്പേസും ഇതൊക്കെ പാരന്റ്സിന് കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന പിന്നെ ഇത് ഹെൽത്തി ആയിട്ടുള്ള മെന്റലി ഹെൽത്തി ഫിസിക്കലി ഹെൽത്തി ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും എന്നുള്ളത് അവർക്ക് അറിയുന്നത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അത് ഇന്ത്യയിൽ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. പിന്നെ എന്നാലും ഏഷ്യയിൽ അത്യാവശ്യം മെറ്റേണിറ്റി ലീവ് ഒക്കെ കൊടുക്കുന്ന സ്ഥലമാണ്. പക്ഷെ അതിനെ കുറിച്ചൊരു കോൺഷ്യസ് ഡിസിഷൻ പാർട്ട്നേഴ്സ് തമ്മിൽ തന്നെ എടുത്ത് പിന്നെ ഇത് ചെയ്യേണ്ടതാണ്. ലോങ് ആബ്സെൻസ് ഒക്കെ എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നമ്മളത് പിന്നെ ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു പിന്നെ മദറും ഫാദറും പിന്നെ 12 മണിക്കൂറൊക്കെ പിന്നെ വർക്ക് ചെയ്യുകയും പിന്നെ കുട്ടിയെ നമ്മൾ പിന്നെ വളരെ റിലയബിൾ ആയിട്ടുള്ള മറ്റൊരു കെയർ ടേക്കർ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ പോലും പിന്നെ അറ്റാച്ച്മെന്റ് ഇഷ്യൂസ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ നമ്മൾ അതിനുള്ള ടൈം പ്രയോറിറ്റി അത് പാർട്ട്നേഴ്സ് തമ്മിൽ തന്നെ ഡിസൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നു. Thank you very much. Thank you so much for the questions. ഇനി വേറെ ആരെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ അത് ചോദിക്കാം. വലൈക്കും അസ്സലാം. ഞാൻ കാണുന്നില്ല. അയ്യോ ഒരു മിനിറ്റ്. സുബേർക്കാണോ? ഞാൻ ലേറ്റ് ആയിട്ട് വന്നതാണ്. ഇപ്പോഴാ സീനത്ത് ഓർമ്മിക്കുന്നത്. ലേറ്റ് ആയിട്ട് വന്നാലും ഞാൻ ഇന്ന് വന്നതാ, ഡൽഹിയിൽ നിന്ന് എത്തിയതാ. ഞാൻ ഇന്ന് പിന്നെ ആലേസിന്റെ കല്യാണമൊക്കെ ആയിട്ട്. അപ്പോ എന്തൊക്കെയാണ് നീ ചർച്ച ചെയ്തതെന്ന് അറിയില്ല. എന്തൊക്കെ ആയിരിക്കും എന്നൊക്കെ ഒരു ഊഹമുണ്ട്. അപ്പോ ഞാൻ വെറുതെ ഇങ്ങനെ ഒരു പഴയ CK തറവാട്ടിലെ ഉപ്പാപ്പനെ ഓർമ്മിച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരു ആ കുടുംബം സംഗതിയെ കുറിച്ചൊക്കെ എനിക്കൊരു എന്തെങ്കിലും ഒരു കമന്റ് പറയാം എന്നുള്ളൊരു സാധനം എനിക്ക് തോന്നുന്നു. അതെ, ഞാൻ ആക്ച്വലി തുടക്കത്തില് പിന്നെ തന്നെ റഷീദ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് പറയുകയും ചെയ്തിരുന്നു. അതായത് നമ്മുടെ ഫാമിലിയിൽ നിന്ന് എനിക്ക് കിട്ടുന്ന എന്നെ ഏറ്റവും ഇൻസ്പയർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന റെസ്പെക്ട്, നമുക്ക് എല്ലാവർക്കും ഗ്രോ ചെയ്യാനുള്ള ഒരു സ്പേസ്, പിന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഓരോരുത്തർ ഗ്രോ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഓരോ ഇൻഡിവിജ്വൽ ഗ്രോ ചെയ്യുമ്പോഴും എല്ലാവരും ഹാപ്പിയാണ്. പിന്നെ ആ ഒരു സാധനം നമുക്ക് ഓരോരുത്തർക്കും ഇൻഡിവിജ്വലി ഗ്രോ ചെയ്യാൻ ഉള്ളൊരു ഭയങ്കര പിന്നെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് ആയിട്ടും മാറി നമ്മുടെ കുടുംബത്തിൽ എനിക്ക് തോന്നുന്നു. അതാണ് എനിക്ക് നമ്മുടെ കുടുംബത്തിനെ കുറിച്ച് ഏറ്റവും പ്രൗഡ് ആയിട്ടുള്ള ഒരു നമ്മുടെ കുടുംബത്തിന്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതാണ്. അത് എനിക്ക് തോന്നുന്നു അത് പിന്നെ നമുക്കത് കിട്ടിയത് നമ്മളെ ഉപ്പാപ്പാന്റെ ഒരു പിന്നെ ക്യാരക്ടറിൽ നിന്നാണ് നമുക്ക് ആ ഫാമിലിയിലേക്ക് അത് വന്നത്. ഈവൻ ജെൻഡർ റോൾസ് പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ പണ്ടേ ഉപ്പാപ്പ ഇപ്പം നമ്മളെ മക്കളെ കാര്യത്തില് പിന്നെ ഒരു ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള ഒരു വിവേചനം ഇതുവരെ കാട്ടിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അതായത് നമ്മളിപ്പോ പിന്നെ ഒരു ചെറിയ നമ്മൾ ചാപ്പയിലൊക്കെ പോകും, ചാപ്പയിലൊക്കെ അന്ന് പോവാ പിന്നെ ആൺകുട്ടികളെയാണ് കൂട്ടുക. പക്ഷെ ചാപ്പയിലൊക്കെ ഉപ്പാപ്പ പോകുമ്പോൾ നമ്മളെ കൂട്ടിയിട്ട് പോയിട്ടുണ്ട്. മാർക്കറ്റിൽ പോകുമ്പോ ആരാണോ കാണുന്നത് ഓരോ കൂട്ടിയിട്ട് പോകും. അപ്പം പിന്നെ അതൊക്കെ നമുക്ക് തന്നൊരു സ്പേസ് ഉണ്ട് അവിടെ വീട്ടില്. പിന്നെ ഇപ്പൊ അമ്മായിമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അന്ന് പിന്നെ ഈ ഫാദർ ഇൻ ലോസും പിന്നെ മരുമക്കളും തമ്മിലൊക്കെ ഉള്ള ഡൈനാമിക്സ് വേറെ തന്നെയായിരുന്നു. അന്നത്തെ കാലത്ത് വാതിക്കൽ ഇരുന്നിട്ട് ഉപ്പാപ്പയും പിന്നെ ഈ അമ്മായിമാര് എന്റെ ഉമ്മ
പിന്നെ വാപ്പാന്റെ ഏട്ടന്റെ അനിയന്മാരുടെ ഭാര്യമാര് എല്ലാവരും ഇരുന്നിട്ട് സംസാരിക്കും. ആ ഒരു സാധനം എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നെ എനിക്ക് പിന്നെ സബ് കോൺഷ്യസ്ലി വന്ന പിന്നെ ഒരു ജെൻഡറിനെ കുറിച്ചിട്ടുള്ള പിന്നെ ഐഡിയ, അത് എനിക്ക് അവിടെ നിന്നാണ്. അത് ഇറ്റ് കെയിം ഫ്രം ദ ഫാമിലി ആൻഡ് ടു റെസ്പെക്ട് ഈച്ച് അതർ, റെസ്പെക്ട് കം ഫ്രം ദ ഫാമിലി എന്ന് പറയുമല്ലോ, അത് എനിക്ക് എന്റെ ഫാമിലിയിൽ നിന്നാണ് കിട്ടിയത്. ഉപ്പാപ്പന്റെ വേറൊന്നും ഉപ്പാ പിള്ളേരത്തെ കുഞ്ഞോക്കൊന്നും മക്കളെ കാര്യം നോക്കിയില്ല എന്നുള്ളത്. അത് ഉപ്പാപ്പന്റെ നോക്കിയ കല്യാണം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തുക, അതവർക്ക് ചോദിച്ചാന്ന് തോന്നുക, അങ്ങനെയൊക്കെയുള്ളൊരു ടോട്ടൽ പാരന്റിങ്ങിൽ ഒരു നല്ല മാതൃകയായിരുന്നു ഉപ്പ. എന്നാലും സോഷ്യൽ വർക്കിലും സജീവമായിട്ടുണ്ടായിരുന്നു. അതായത് നക്കീബനെ കുറിച്ച് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മുടെ ഫാമിലിയിലെ എന്താ പറയുക ഹൈലി ടാലന്റ് ആയിട്ടുള്ള ഞാൻ നക്കീബനോട് പറയാറുള്ളത്, നീ എത്തേണ്ടടുത്തൊന്നും നീ എത്തിയിട്ടില്ല എന്നാ. അവള് ഡോക്ടർ ഇതൊക്കെ ആയിട്ടുണ്ടെങ്കിലും അവളെ പൊട്ടൻഷ്യലും അവളെ പിന്നെ പഠിച്ചും കൊടുത്ത കഴിവുകളും അതുപോലെ ഡെലിവറി ചെയ്യാനുള്ള കപ്പാസിറ്റി ഒക്കെ ഗംഭീരമാണ്. അപ്പോൾ ഇപ്പോൾ കുട്ടീനെ നോക്കുകയാണ്, അത് കഴിഞ്ഞിട്ട് അതിന് സമയമെടുത്ത് നിനക്ക് എത്താവുന്ന നിന്റെ സാധ്യതയിലേക്കുള്ള ഒരു യാത്രയും തുടങ്ങണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായും. വേറെ ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ സംസാരിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് പതുക്കെ വൈൻഡപ്പ് ചെയ്യും. ഇപ്പം 10:10 പോവാണ്. ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടോ? ഇല്ലെങ്കിൽ സുരേഷ് മോഷെ. ഹലോ, അംനാനക്കീവയുടെ ജീവിതത്തിന്റെ ഒരു അനാച്ഛാദനാണ് ഇവിടെ കണ്ടത്. വളരെ മികച്ച മാതൃത്വത്തിന്റെ ഒരു പ്രതീകമായിട്ട് എനിക്ക് തോന്നി. ഒരുപക്ഷെ നമ്മുടെ പ്രദേശങ്ങളിൽ ഇത്രയും പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന ഒരു കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണെന്ന് ഇപ്പോഴാണ് ഞാൻ അതിലൂടെ മനസ്സിലാക്കിയത്. ഒരുപാട് അമ്മമാർക്കും സ്ത്രീകൾക്കും മറ്റുള്ളവർക്കും മാതൃകയായ ഒരുപാട് ജീവിത സാഹചര്യങ്ങളും ഇതിലൂടെ പറഞ്ഞു. ആ കാര്യങ്ങളെ കുറിച്ച് ഞാൻ പോകുന്നില്ല, അവിടെ അഭിനന്ദിക്കുന്നു. ഏറ്റവും മികച്ച നല്ലൊരു വ്യക്തിത്വത്തിന്റെ പ്രതീകമായി വായനയുള്ള നമ്മുടെ വാണിയക്കാർ എന്നത് തന്നെ വളരെ ഹൈലൈറ്റ് ആയ ഒരു സമൂഹമാണെന്ന് തോന്നുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഒരു സ്ത്രീ പ്രജയായ ഒരാളിൽ നിന്നും നമ്മുടെ പ്രദേശത്ത് നിന്ന് വന്നത്. അപ്പൊ ഞങ്ങൾ വളരെയധികം ആഹ്ലാദിക്കുന്നു. എനിക്ക് കൂടെ ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഇപ്പോ ബ്രസ്റ്റ് ഫീഡിങ് വളരെ കുറച്ചിട്ട് ശരീരത്തിനെ സംരക്ഷിക്കുക എന്നുള്ള രീതിയിലേക്ക് ന്യൂജൻസ് പോകുന്നുണ്ട്. അത് കുട്ടിക്ക് നേരത്തെ പറഞ്ഞ കൊളസ്ട്രം കിട്ടാതിരിക്കുകയോ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയോ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ളൊരു സന്ദേശം, അത് മാത്രമല്ല ബ്രസ്റ്റ് ക്യാൻസറിലേക്ക് നയിക്കാനും അത് കാരണമാകുന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് എത്രത്തോളം, അതിനെക്കുറിച്ചുള്ള എന്താണ് ചിന്തകൾ, അത് പറഞ്ഞാൽ മതിയാകും. ബ്രസ്റ്റ് ഫീഡിങ് പിന്നെ ഇപ്പൊ ഫോർമുല ഫീഡിങ്ങിലേക്ക് ആൾക്കാർ പോകുന്നതും പിന്നെ ഫുള്ളായിട്ട് നമുക്ക് അതിനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് പറയാൻ പറ്റില്ല. പിന്നെ കൂടുതലും അവയർനെസ് ഇല്ലാത്തതിന്റെ പ്രശ്നം തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മളിപ്പോ പ്രസവിച്ച് കഴിഞ്ഞ പാടെ ബ്രസ്റ്റ് ഫീഡിങ് തുടങ്ങുമ്പോഴത്തേക്ക്, ശരിക്കും ബ്രസ്റ്റ് ഫീഡിങ് തുടങ്ങുന്ന സമയത്ത് കുട്ടിയുടെ വയറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അപ്പം നമുക്ക് 1 ലിറ്റർ പാലൊന്നും ആവശ്യമില്ല കുട്ടിക്ക്. അപ്പൊ ആ സമയത്ത് കൊളസ്ട്രം എന്ന് പറയുന്നത് ആദ്യത്തെ പാല്, അത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. പിന്നെ ഉണ്ടാവുന്ന പിന്നെ ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറയുന്നത് കുട്ടിയും പിന്നെ അമ്മയും തമ്മിലുള്ള അറ്റാച്ച്മെന്റും പിന്നെ സ്ട്രെസ് കുറഞ്ഞൊരു എൻവയോൺമെന്റിലൊക്കെയാണ് കൂടുതലായിട്ട് പാലുണ്ടാവുക. അതല്ലാത്ത ഫിസിക്കൽ ഫാക്ടേഴ്സ് വേറെയും പലതും ഉണ്ട്. അപ്പം പിന്നെ ഈ ഒരു ഫാക്ടേഴ്സിനെ കുറിച്ചൊന്നും അവയർനെസ് ഇല്ലാത്ത ആൾക്കാരാണ് നമ്മൾ പെട്ടെന്ന് തന്നെ പിന്നെ ചാടിക്കയറി പിന്നെ പാല് നിർത്തിക്കോ, നമുക്ക് ഫോർമുല ഫീഡിലോട്ട് പോവാം എന്ന് പലപ്പോഴും പറയുന്നത്. അപ്പം ഇത് ഏർലി ആയിട്ട് നമുക്ക് ഇതിനൊരു ഇന്റർവെൻഷൻ ചെയ്യാൻ പറ്റുന്ന ഈ ലാക്ടേഷൻ കൺസൾട്ടൻസും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഉണ്ട്. പണ്ടത്തെ പോലെയല്ല, ഇപ്പം ലാക്ടേഷനെ കുറിച്ച് മാത്രം പഠിച്ചിട്ടുള്ള ഒരു പ്രൊഫഷൻ തന്നെ ഉണ്ട്, ലാക്ടേഷൻ കൺസൾട്ടന്റ് എന്ന് പറഞ്ഞിട്ടുള്ള. അത് വലിയ വലിയ ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ട്. ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലൊന്നും അങ്ങനെ അധികം വന്നിട്ടില്ല. പിന്നെ എന്നാൽ പോലും പിന്നെ ഇതിനൊക്കെ കൺസൾട്ടൻസ് ഉണ്ട്, കൂടാതെ ഡോക്ടേഴ്സ് ഉണ്ട്. പിന്നെ ഇവരൊക്കെ നമുക്ക് ചോദിക്കാൻ ഇപ്പൊ കുറച്ചും കൂടെ അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്പേസിൽ നിൽക്കുമ്പോൾ നമ്മള് പിന്നെ കുറച്ചും കൂടെ ഒക്കെ ട്രൈ ചെയ്യാം ഈ ഒരു ബ്രസ്റ്റ് ഫീഡിങ്, എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്ങിന് കുറച്ചും കൂടെ ഒക്കെ
നമുക്ക് ട്രൈ ചെയ്യാനും പിന്നെ ഇതാവാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അപ്പൊ അതില് പിന്നെ നമ്മളെ പഴയ ചിന്തകളാണ് അതിന്റെ ഒരു പ്രശ്നം, അതിനൊരു ചാലഞ്ച് ആയിട്ട് വരുന്നത്. രണ്ടാമത് പിന്നെ നമ്മള് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇപ്പൊ കുട്ടി കരയുന്നത് പാലിന് വേണ്ടി മാത്രമാണെന്നുള്ള ഒരു ചിന്തയുണ്ട് അധികം ആൾക്കാർക്കും. കുട്ടി കരയുന്നത് പാലിന് വേണ്ടി മാത്രമല്ല, അത് ചിലപ്പം പിന്നെ വെറുതെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും, ഒരു അറ്റാച്ച്മെന്റിന് വേണ്ടിയിട്ടായിരിക്കാം, ചിലപ്പം വേറെ ഓവർ സ്റ്റിമുലേഷൻ ആയിരിക്കും, കുടുംബക്കാരെല്ലാരും കൂടെ കാണാനൊക്കെ വന്നതിന്റെ ഓവർ സ്റ്റിമുലേഷൻ ചിലപ്പോൾ കുട്ടിക്ക് ഉണ്ടാവും. അപ്പൊ ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ കൊണ്ടായിരിക്കും ചിലപ്പോൾ കരയുന്നത്. പക്ഷെ കുട്ടി കരഞ്ഞ അപ്പൊ പറയാൻ തുടങ്ങും, പിന്നെ എന്താ പാലില്ലാന്ന് തോന്നുന്നു, പാല് സപ്ലൈ കുറവാണെന്ന് തോന്നുന്നു, കുട്ടിക്ക് പാല് കിട്ടുന്നില്ല. അപ്പൊ അങ്ങനത്തെയൊക്കെ നമ്മൾ ഏർലി പിന്നെ ഒരു ഒട്ടും പിന്നെ മെഡിക്കൽ ഇതൊന്നും ആസ്പെക്ട് ഒന്നും നോക്കാതെ നമ്മൾ തീരുമാനിക്കുന്നിടത്ത് ഒരു പ്രശ്നമുണ്ട്. പിന്നെ നമ്മൾ അതുകൊണ്ട് അതിന്റെ കൂടെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഫോർമുല ഫീഡ് ചെയ്യുന്ന എല്ലാ മദേഴ്സിനെയും നമ്മൾ ഷെയ്വ് ചെയ്യാൻ പാടില്ല. കാരണം ചിലർക്ക് വളരെ ഫിസിക്കലായിട്ട് തന്നെ പാല് ഇല്ലാത്ത സാഹചര്യങ്ങളുണ്ട്, പിന്നെ ചിലർക്ക് ലാച്ചിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എനിക്ക് ബ്രസ്റ്റ് ഫീഡിങ് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. എനിക്ക് ഭയങ്കര ഞാൻ വളരെ ഓവർ എന്തൂസിയാസ്റ്റിക് ആയിട്ടും എൻജോയ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ബ്രസ്റ്റ് ഫീഡിങ്. പക്ഷെ അത് തന്നെ എല്ലാവർക്കും ആയിക്കോണമെന്നില്ല. ചിലർക്ക് ലാച്ചിങ് ഭയങ്കര ബുദ്ധിമുട്ട്, പെയിൻഫുൾ ആവാൻ, ഇപ്പോൾ ക്രാക്സ് വരിക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കൊണ്ടും ഇങ്ങനത്തെ ഫീഡിങ്ങിലോട്ടൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇതും ഈ പറഞ്ഞതുപോലെ അവയർനെസ് ഇല്ലാത്തതിന്റെ പല പ്രശ്നങ്ങൾ ഇതിൽ കിടക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ ഈ ക്യാൻസറിനെ കുറിച്ചൊക്കെ പറഞ്ഞ പോലെ മദേഴ്സിനും കുട്ടിക്കും രണ്ടുപേർക്കും ഭയങ്കര ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ബ്രസ്റ്റ് ഫീഡിങ്. ബ്രസ്റ്റ് ഫീഡിങ് ഭയങ്കര വാസ്റ്റ് ടോപ്പിക് ആണ്. ഇത്ര ഒരു ചെറിയൊരു പരിമിതമായ ടൈമിൽ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ അതാണ് പറഞ്ഞത്. അപ്പൊ കുട്ടിക്ക് പിന്നെ കുട്ടിയുടെ ആരോഗ്യം മാത്രമല്ല, അതിന്റെ കൂടെ ആ ഒരു സെക്യൂർ അറ്റാച്ച്മെന്റ്, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ബ്രസ്റ്റ് ഫീഡിങ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ മദറിന്റെ പിന്നെ പ്രസവാനന്തരമായിട്ടുള്ള പിന്നെ മൂഡ് അപ്ലിഫ്റ്റ് ചെയ്യാനും പിന്നെ അവരുടെ ഹീലിങ്ങിനും എല്ലാത്തിനും പിന്നെ ബ്രസ്റ്റ് ഫീഡിങ് സഹായിക്കും. കൂട്ടത്തിൽ നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ് പിന്നെ എവിഡൻസസ് ഉണ്ട്, ബ്രസ്റ്റ് ഫീഡിങ് പ്രിവെന്റീവ് ആണ് ക്യാൻസറിന് എന്നുള്ളത്. അത് എല്ലാ ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സിനും എന്തായാലും ക്യാൻസർ ഉണ്ടാവില്ല എന്നല്ല അതിന്റെ അർത്ഥം. പിന്നെ കുറച്ച് അത് പ്രിവെൻഷന് ഹെൽപ്പ് ചെയ്യും എന്ന് പിന്നെ പറയുന്ന ലിറ്ററേച്ചേഴ്സ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ ഇപ്പൊ പുതിയ ജനറേഷനിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങൾ എന്ന് തോന്നുന്നു. ഓക്കെ വളരെ നന്ദി അമ്ന. താങ്ക് യു സോ മച്ച് ഫോർ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ഋഷിദ് ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ. ഒരു സയ്യിദാണ്, സോറി. താങ്ക്സ് എ ലോട്ട് ഫോർ ദിസ് വണ്ടർഫുൾ ഇന്ററാക്ഷൻ. ഞാൻ കുറച്ച് പകുതിന് ശേഷമാണ് വന്നത്. സാധാരണ നമ്മൾ ഡോക്ടറോട് സംസാരിക്കുമ്പോൾ നമുക്കൊരു ഡോക്ടറെ അടുത്ത് പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് പേടിയാണ്, കാരണം ഇവരോട് ഇത് ഇത്രയൊക്കെ ചോദിക്കാൻ പാടുണ്ടോ, പിന്നെ അവർ എന്ന് വിചാരിക്കും നമ്മൾ. അവസാനം നമ്മൾ ടാബ്ലറ്റ് കഴിക്കേണ്ട ആ ടൈമും കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഭക്ഷണത്തിന് മുമ്പാണോ ശേഷമാണോ എന്നൊക്കെ ചോദിച്ച് നമ്മൾ പെട്ടെന്ന് അവിടുന്ന് അവരുടെ സമയത്ത് വിചാരിച്ചിട്ട് പോരുക ചെയ്യും. ഇത്രയും ഒരു ഡോക്ടേഴ്സിന് കേൾക്കുക എന്ന് പറയുന്നത് ഏറ്റവും രസകരമായ കാര്യമാണ്, ഒരുപാട് ഇൻഫോർമേറ്റീവ് ആണ്. ലാസ്റ്റ് ഞാനും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിരുന്നു. ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞൊരു കാര്യം കേട്ടപ്പോൾ ചോദിക്കാന്ന് വിചാരിച്ചു. ലിറ്ററേച്ചർ, പ്രത്യേകിച്ച് ഞാൻ റിസർച്ചിലുള്ള ആളായതുകൊണ്ട് തന്നെ ഈ ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഏത് സയന്റിഫിക് ഫീൽഡും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇപ്പം ഈ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് നമ്മള് അമ്ന ശരിക്കും റീസെന്റ് ആയിട്ട് വരുന്ന ലിറ്ററേച്ചർ ഒക്കെ റെഫർ ചെയ്യാറുണ്ടോ? പുതിയ സ്റ്റഡീസ്, പ്രത്യേകിച്ച് പല അസുഖങ്ങളെ കുറിച്ചും പുതിയ വരുന്ന സ്റ്റഡീസിനെ കുറിച്ചൊക്കെ വായിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്താറുണ്ടോ എന്നുള്ളതാണ്. അത് പിന്നെ ഞാൻ കൂടുതലും പിന്നെ ഞാൻ അങ്ങനെ എപ്പോഴും ലിറ്ററേച്ചർ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടറല്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കള്ളായിപ്പോ. അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല. പക്ഷെ നമ്മളൊരു പേഷ്യന്റ് നമ്മളെ ഇതിൽ വരുമ്പോൾ നമുക്ക് പിന്നെ എന്തായാലും ഫുൾ പഠിച്ചിട്ട് ഡോക്ടർ ആവാൻ പറ്റില്ലല്ലോ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മെഡിസിൻ എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് സബ്ജക്റ്റ് ആണല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് ഒരു ഡ്രഗിന്റെ ഒക്കെ ചിലപ്പം ഭയങ്കര ബേസിക് ആയിട്ടുള്ള ഡ്രഗിൽ വരും നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് വരും. അപ്പൊ ഞാൻ പിന്നെ ഏറ്റവും കൂടുതൽ ചെയ്യാറുള്ളത് എൻ്റെ കൊളീഗ്സിന്റെ അടുത്തും എനിക്ക് പിന്നെ എൻ്റെ സീനിയേഴ്സിന്റെ അടുത്തും ഡൗട്ട്സ് ചോദിക്കുക എന്നുള്ളതാണ് ഒന്ന് ചെയ്യാറുള്ളത്. പിന്നെ എന്നിട്ട് എനിക്ക് കൺവിൻസിങ് ആവാത്ത ചില കാര്യങ്ങൾ ഞാൻ ലിറ്ററേച്ചർ റെഫർ ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പം നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വളരെ റിലയബിൾ ആയിട്ടുള്ള വീഡിയോസ് ചില സമയത്ത് ഈ യൂട്യൂബിൽ വരെ അവൈലബിൾ ആവുന്നൊരു സമയമാണിത്. അപ്പം ഞാൻ അങ്ങനെ എനിക്ക് റിലയബിൾ ആണെന്ന് തോന്നുന്ന ചില സ്ഥലത്തുനിന്ന് ഞാൻ ഇൻഫർമേഷൻസ് എടുക്കാറുണ്ട്. എന്താണ് അത് കൂടുതലും എന്നെ പ്രോംപ്റ്റ് ചെയ്യാറ് ആക്ച്വലി പേഷ്യന്റ് തന്നെയാണ്. പേഷ്യന്റിന്റെ അടുത്താണ് നമുക്ക് അതിനുള്ളൊരു പിന്നെ കിക്ക് കിട്ടാറ്. പലപ്പോഴും ഒരു സംഭവം ഞാൻ അവർക്ക് ആൻസർ ചെയ്യാണ്ട് വരുമ്പോൾ എനിക്ക് ഭയങ്കര അത് ചില സമയത്ത് നമ്മൾ ഉറക്കത്തിൽ വരെ അതിങ്ങനെ ആലോചിക്കും.
ഇത്രയും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് അറിയില്ലല്ലോ, അല്ലെങ്കിൽ എനിക്കത് പിന്നെ അല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ റിഫ്ലക്ട് ചെയ്യാൻ ഞാൻ ഒരു എഫേർട്ട് എടുക്കാറുണ്ട്. അത് ഞാൻ സ്വന്തമായിട്ട് ആലോചിച്ചിട്ട് അപ്പൊ അതിലുള്ള പാളിച്ചകൾ എനിക്ക് പിന്നെ നോക്കേണ്ടത് ലിറ്ററേച്ചർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ലിറ്ററേച്ചർ റെഫർ ചെയ്യാറുണ്ട് അധികവും. പക്ഷെ ഞാൻ എൻ്റെ സീനിയേഴ്സിൻ്റെ അടുത്തും പിന്നെ മറ്റുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്തും, ഞാനൊരു സ്പെഷ്യലിസ്റ്റ് അല്ല, അതുകൊണ്ട് എനിക്ക് സ്പെഷ്യലിസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് ഞാൻ എനിക്ക് അറിയുന്ന സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്താണ് കൂടുതൽ ചോദിക്കാറ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല. കുറച്ച് ചോദ്യങ്ങൾ പിന്നെ ചോദിക്കാം അവസരം ഉണ്ടാകുമ്പോൾ. ടൈം വൈകില്ലേ. താങ്ക് യു സോ മച്ച് ഫോർ ദ ക്വസ്റ്റ്യൻ. നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ റഷീദ്? അതെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച്.